അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ച് ആഴത്തിൽ പഠിക്കുവാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും മനസ്സിലാക്കിയ സത്യത്തിൽ ഉറച്ചു നിൽക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുജാഹിദ് പ്രസ്ഥാനവും അതിൻ്റെ ചരിത്രവും ആദർശ നിലപാടുകളുമൊക്കെ ബഹുമാന്യനായ ടി കെ അഷ്റഫ് സാഹിബ് ഇവിടെ വിശദീകരിച്ചു. അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാം, ആ ഇസ്ലാമിനെ ശരിയാം വണ്ണം മനസ്സിലാക്കണമെങ്കിൽ ജാഹിലിയത്ത് എന്താണ് എന്ന് മനസ്സിലാക്കണം എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ജാഹിലിയത്ത് അറിയാത്ത ഒരാൾ ഇസ്ലാമിലേക്ക് കയറി വന്നാൽ ഇസ്ലാമിൻ്റെ പിരികൾ ഓരോന്നോരോന്നായി അഴിഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പം നമ്മൾ തൗഹീദിൻ്റെ ആളുകളാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടെ നടക്കുന്ന ശിർക്ക് എന്താണ്, നമ്മൾ ഏത് ശിർക്കിൽ നിന്നാണ് വിട്ടു നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വാഭാവികമാണ്. അതല്ലാതെ ശിർക്കും തൗഹീദും അറിയാതെ എന്തോ ഒരു കാര്യം തൗഹീദാണ്, എന്തോ ഒരു കാര്യം ശിർക്കാണ് എന്ന് മനസ്സിലാക്കി തൗഹീദും ശിർക്കും മനസ്സിലാക്കിയാൽ അപകടം പറ്റും. ഞാൻ ചെറിയ ഒരു ഉദാഹരണം പറയാം. നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള സമസ്തയുടെ സഹോദരങ്ങൾ, അവർ അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണെന്ന് സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം യാ റസൂലല്ലാഹ് അദ്രിക്നി ഖുദ് ബിയദി, റസൂലെ ഞങ്ങളെ കാണുന്നില്ലേ, ഞങ്ങളെ കൈ പിടിക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. എന്തെങ്കിലും ഒരു ആപത്തോ വിപത്തോ വന്നാൽ മൊഹീദി ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്, മമ്പറന്തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്, സംശയമില്ല. പക്ഷേ സമസ്തയിലെ പെട്ട ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, നിങ്ങൾ എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലല്ലോ. നിങ്ങൾ മുജാഹിദീങ്ങൾ പറയില്ലേ, ഞങ്ങൾ പ്രാർത്ഥിക്കണില്ല, നേരെ മറിച്ച് ഞങ്ങൾ ഇസ്തിഗാസ ചെയ്യുകയാണ്. എന്നിട്ടതിനവർ പറയുന്ന ന്യായമുണ്ട്. ഒരു മരിച്ചു കിടക്കുന്ന മനുഷ്യൻ കേൾക്കുന്നൊന്നും ഞങ്ങൾക്ക് വാദമല്ല, അല്ലെങ്കിൽ മരിച്ചുപോയ എല്ലാ ആൾക്കാരും കേൾക്കും എന്നും ഞങ്ങൾക്ക് വാദമല്ല. നേരെ മറിച്ച് മരിച്ചുപോയ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അവർ കേൾക്കും, അതാണ് അവർ പറയാം. അല്ലാതെ മരിച്ചുപോയ രാമകൃഷ്ണനും അല്ലെങ്കിൽ ജോസഫും അല്ലെങ്കിൽ സാധാരണ മുഹമ്മദ് കുട്ടിയും ഇതൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്ന് അവർ പറയാറില്ല. അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും ഞങ്ങളെ പ്രാർത്ഥന കേൾക്കും, അല്ലെങ്കിൽ ഞങ്ങളെ സഹായത്തേട്ട് കേൾക്കും, ഞങ്ങൾക്ക് ഉത്തരം നൽകും. അപ്പം നമ്മൾ സ്വാഭാവികമായിക്കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മരിച്ചു കിടക്കുന്ന ജോസഫ് കേൾക്കൂല, എന്നാൽ മരിച്ചു കിടക്കുന്ന അമ്പിയാക്കന്മാർ കേൾക്കും എന്ന് പറയാൻ നിങ്ങളുടെ മാനദണ്ഡം എന്താണ്? കാരണം രണ്ടും മനുഷ്യന്മാരാണ്, രണ്ടും മരിച്ചവരാണ്. അപ്പോൾ ഒരു കൂട്ടർ കേൾക്കും, ഒരു കൂട്ടർ കേൾക്കൂല എന്ന് പറയാൻ നിങ്ങൾക്കുള്ള മാനദണ്ഡം എന്താണ്? അപ്പോൾ അവർ പറയുന്നൊരു ന്യായമുണ്ട്. ന്യായമല്ല, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ന്യായമുണ്ട്. എന്താണത്? അവർ പറയുന്നു,
അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അബൗദികമായ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അബൗദികമായ കഴിവുകൾ എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധത്തിനപ്പുറത്ത് സഹായിക്കാനുള്ള കഴിവ്. അത് അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും ഉള്ളത് കൊണ്ടാണ് അവർ കേൾക്കുന്നത്. അത് മറ്റുള്ളവർക്കില്ല, അതുകൊണ്ട് അവർ കേൾക്കൂല. അതാണ് അവർ പറയാ. അപ്പൊ എന്താ കാര്യകാരണം എന്ന് പറഞ്ഞാൽ, അപ്പൊ നമുക്കറിയാം മരിച്ചുപോയ മനുഷ്യൻ കേൾക്കൂല, മണ്ണിനടിയിലാണെങ്കിൽ കേൾക്കൂല. കാരണം ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളവിടെ കേൾക്കുന്നത് ഒന്നിൻ്റെ ശബ്ദം ഉയർത്താൻ ഇവിടെ ബാക്കിലുള്ള ആളുകൾ കേൾക്കുന്നത് ഇവിടെ മൈക്കും അതുപോലെ തന്നെ ബോക്സും ഉള്ളത് കൊണ്ടാണ്. അതില്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ കേൾക്കുള്ളൂ. ഇനി മൈക്കും ബോക്സും ഉണ്ടായിട്ടും കാര്യമില്ല, ഇവിടെ ഓക്സിജൻ ഉണ്ടാകണം, വായു ഉണ്ടാകണം. ഇനി ഇത് രണ്ടുണ്ടായിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ചെവിക്ക് കേൾവിശക്തി ഉണ്ടാകണം, ഉറങ്ങണ ആളാകാൻ പാടില്ല. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളും കാരണങ്ങളൊക്കെ ഒത്തു വന്നാലേ കേൾക്കുള്ളൂ. അതാണ് കാര്യകാരണം എന്ന് പറഞ്ഞത്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഞാനിവിടെ സംസാരിക്കണം, ആ കാര്യം നടക്കുമ്പോൾ നിങ്ങൾ കേൾവി എന്ന സംഗതി ഉണ്ടാകും. എന്നാൽ മരിച്ചുപോയ ആളുകൾക്ക് ഇതൊന്നുമില്ല. ഇത് സുന്നി മുജാഹിദും തർക്കമുള്ള വിഷയമല്ല. പക്ഷെ അവർ പറയുന്നു ഈ അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും ഈ മണ്ണിന്റെ ഉള്ളിൽ കൂടി കേൾക്കാനുള്ള അബൗദികമായ, അഥവാ ഒരു കാര്യകാരനോടെ ഇല്ലെങ്കിലും ശരി, അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും കേൾക്കും. കാരണം അതാണ് അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യകാരണ ബന്ധത്തിനപ്പുറത്തും ചില കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അത് സാധാരണക്കാർക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവർ കേൾക്കൂല, അവരോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അവരോട് സഹായം ചോദിച്ചിട്ട് കാര്യമില്ല. അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും. കാരണം അമ്പിയാക്കന്മാർക്ക് മുഅ്ജിസത്താണ് അവരുടെ കഴിവ്, ഔലിയാക്കന്മാരാണെങ്കിൽ അവർക്ക് കറാമത്താണ്. ഈ ഒരു ന്യായം അവർ ഉന്നയിച്ചപ്പോൾ, ഇത് കാലാകാലം മുതൽക്ക് തന്നെ അവർ പറഞ്ഞ ന്യായമാണ്. അതിന് മുജാഹിദുകൾ കൊടുത്തൊരു മറുപടി ഉണ്ട്. എന്താ മറുപടി? എങ്ങനെയാണ് മരിച്ചു പോയ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അബൗദികമായ കഴിവുകൾ ഉള്ളത് കൊണ്ട് കേൾക്കും, മറ്റുള്ളവർ അബൗദികമായ കഴിവുകളില്ലാത്തത് കൊണ്ട് കേൾക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ മുജാഹിദുകൾ കൊടുത്തൊരു മറുപടിയുണ്ട്. എന്താ മറുപടി? മുഅ്ജിസത്തും കറാമത്തും ഇത് രണ്ടും അബൗദികമായ കഴിവുകൾ. ഈ കഴിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അമ്പിയാക്കന്മാർക്കോ ഔലിയാക്കന്മാർക്കോ കൊടുത്തിട്ടില്ല. സമസ്തക്കാർ പറയുന്നു കൊടുത്തിട്ടുണ്ട്, മുജാഹിദുകൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. പിന്നെ അവർക്ക് മുഅ്ജിസത്തില്ലേ? ഉണ്ട്. ഔലിയാക്കന്മാർക്ക് കറാമത്തില്ലേ? ഉണ്ട്. അത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത കഴിവല്ല, അവരിലൂടെ പ്രകടിപ്പിക്കുന്ന അല്ലാഹുവിൻ്റെ കഴിവാണ്. ഇതാണ്. ചെറിയൊരു ഉദാഹരണം പറയാം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔന്റെ അടുക്കൽ കിങ്കരന്മാരെ പേടിച്ചിട്ട് സാഹിറന്മാരെ അല്ലെങ്കിൽ എല്ലാവരും മുസ്ലിമീങ്ങളായ എല്ലാവരും വന്നിട്ട് പിന്നെ ബാക്കിൽ ഫിർഔനും മുമ്പിൽ കടലും നിൽക്കുന്നൊരവസരത്തിൽ മൂസാ നബിയോട് തൻ്റെ അനുയായികൾ പറഞ്ഞു, ഇന്നാൽ അമുദറക്കൂൻ, മൂസ നമ്മളെ കഥ കഴിഞ്ഞു, പിടിക്കപ്പെടും. അപ്പം മൂസാ നബിയുടെ കയ്യിൽ എന്തുണ്ട്? വടിയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാലോ മൂസാ നബിയുടെ കയ്യിലെ വടി എന്ന് പറഞ്ഞാൽ നിലത്തിട്ടപ്പോൾ പാമ്പായി അല്ലാഹു സുബ്ഹാനഹു വ തആല സാഹിർമാരെ പരാജയപ്പെടുത്തി ആ വടിയാണ്. ആ വടി മൂസാ നബിന്റെ കയ്യിലുണ്ട്. എന്നിട്ട് അപ്പോഴാണ് മൂസാ നബിയോട് അനുയായികൾ പറയുന്നത്, ഇന്നാല മുദറക്കൂൻ, മൂസ നമ്മൾ പിടിക്കപ്പെടും. അപ്പം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊടുത്തൊരു മറുപടി ഉണ്ട്. എന്താ മറുപടി? എന്തിനാ കൂട്ടരങ്ങൾ പേടിക്കുന്നത്? എൻ്റെ ഒപ്പം വടി ഉണ്ട് എന്ന്. ഇത് മുഅ്ജിസത്തിന്റെ കയ്യിൽ വടിയില്ല, നിങ്ങളെന്തിനാ പേടിക്കേണ്ട ആവശ്യം എന്നല്ല. ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, എൻ്റെ വടിയുണ്ട് എന്നല്ല. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമുക്ക് നൽകപ്പെട്ട മുഅ്ജിസത്താകുന്ന കഴിവാണ്, സ്വതന്ത്രമായി ഉപയോഗിക്കാൻ പറ്റിയ കഴിവാണെങ്കിൽ എന്തിനാ മൂസാ നബിന്റെ അനുയായികൾക്ക് അതറിയില്ലേ? അവർ പേടിക്കേണ്ട ആവശ്യമില്ല. മൂസാ നബിക്ക് അവരെ ധൈര്യമായിക്കൊണ്ട് അവരെ സമാശ്വസിപ്പിക്കാം, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മൂസാ നബി അതൊന്നുമല്ല പറഞ്ഞു, ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. അപ്പൊ ഈ വടി നിലത്തിട്ടാൽ പാമ്പാകും എന്ന് മൂസാ നബിയുടെ കഴിവല്ല. ആണെങ്കിൽ മൂസാ നബി എന്ത് പറയുമായിരുന്നു? എൻ്റെ കയ്യിൽ വടിയുണ്ട്, വടിയുടെ അടിച്ചാൽ ശരിയാവും, പേടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഇനി ഏറ്റവും വലിയ മുഅ്ജിസത്ത് അമ്പിയാക്കന്മാർക്ക് നൽകപ്പെട്ട കഴിവല്ലെന്നൊരു ഏറ്റവും ലളിതമായ മറ്റൊരു ഉദാഹരണം,
നമുക്കറിയാലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ മുഅ്ജിസത്ത് എന്താ? ഖുർആനാണല്ലോ. ആ ഖുർആനേക്കാൾ വലിയൊരു മുഅ്ജിസത്ത് റസൂലുള്ളാഹിക്ക് നൽകപ്പെട്ടിട്ടില്ലല്ലോ. ആ ഖുർആൻ റസൂലുള്ളാഹിന്റെ കഴിവാണെങ്കിൽ ഖുർആൻ എന്ത് പ്രസക്തിയാണുള്ളത്? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ആ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള കഴിവാണെങ്കിൽ ഖുർആൻ എന്ത് പ്രസക്തിയുള്ളത്? അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് വരുമ്പോൾ പല ആളുകളും പല കാര്യങ്ങളും ചോദിച്ചു വരും. പക്ഷെ റസൂലുള്ളാഹി വഹി വരുന്നവരെ കാത്തിരിക്കും. അപ്പം മുഅ്ജിസത്ത് റസൂലുള്ളാഹിന്റെ സ്വന്തമാണെങ്കിൽ പിന്നെ വഹി വരെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? റസൂലുള്ളാഹിനോട് പറഞ്ഞാൽ പോരെ. അപ്പം അമ്പിയാക്കന്മാരുടെ കഴിവല്ല മുഅ്ജിസത്ത്, അള്ളാഹു അവരിലൂടെ പ്രകടിപ്പിക്കുകയാണ്. അഭൗതികമായ ഒരു കഴിവും അള്ളാഹു ഒരാൾക്കും കൊടുത്തിട്ടില്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യരായി ആരുമില്ല. കാരണം എല്ലാ സൃഷ്ടികളുടെ പ്രവർത്തനങ്ങളും അവർക്ക് നിശ്ചയിച്ച കാര്യകാരണത്തിലൂടെ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അത് മലക്കാണെങ്കിലും മനുഷ്യനാണെങ്കിലും ജിന്നാണെങ്കിലും ഒക്കെ. ഇപ്പോൾ ഒരു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് റസൂലുള്ളാഹിക്ക് വഹി കൊടുക്കണമെങ്കിൽ 7 ആകാശത്തിനപ്പുറത്ത് നിന്ന് ജിബ്രീൽ മനസ്സ് വിചാരിച്ചിട്ട് കാര്യമില്ല. 7 ആകാശങ്ങൾ താണ്ടി റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് വരണം. അതെന്തുകൊണ്ടാ? അതാണ് അള്ളാഹ് നിശ്ചയിച്ച കാര്യകാരണം. അതില്ലാതെ ജിബ്രീലൊന്നും വിചാരിച്ചാൽ പറ്റൂല. എന്നാൽ അള്ളാഹ്ക്കാണെങ്കിലോ കുഞ്ഞു പറഞ്ഞാൽ മതി, അപ്പം സംഭവിക്കും. അള്ളാഹു എന്തുണ്ടാകണമെന്ന് വിചാരിച്ചാലും അപ്പം ഉണ്ടാകും. അതാണ് അള്ളാഹുവിൻ്റെ കഴിവ് അഭൗതികമാണെന്ന് മുജാഹിദികൾ പഠിപ്പിച്ചത്. ഇനിയോ കറാമത്തും അങ്ങനെ തന്നെയാണ്. മറിയം ബീവിക്ക് കറാമത്തുണ്ടായി, ഖുർആൻ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ മറിയം ബീവിക്ക് കറാമത്തുണ്ടായപ്പോൾ അന്നാലക്കി ഹാദ, അത് എവിടുന്ന കിട്ടിയതെന്ന് ചോദിച്ചു. അതൊക്കെ എൻ്റെ കഴിവല്ലേ, എന്താ നിങ്ങൾ വിചാരിക്കുന്നത് എന്നാണ് മറിയം ബീവി പറഞ്ഞത്. അല്ല, ഹുവ മിൻ ഇൻദില്ലാ, ഇതിൻ്റെ കഴിവ്, ഇത് പടച്ചോൻ്റെ കഴിവാ. അപ്പൊ കറാമത്ത് ഔലിയാക്കന്മാരുടെ കഴിവാണെങ്കിൽ മറിയം ബീവി എന്താ പറയേണ്ടത്? ഇതൊക്കെ എൻ്റെ സ്വന്തം പവറാണ്. എന്നിട്ട് അതേ മറിയം ബീവിക്ക് പ്രസവം എടുത്തപ്പോൾ അള്ളാഹ് എന്താ പറഞ്ഞത്? ആകാശത്തിൽ നിന്ന് ഭക്ഷണം ഇറക്കി കൊടുത്ത പടച്ചോൻ പറഞ്ഞ എന്താ? എന്നാ മറിയമേ, എൻ്റെ കറാമത്തുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിക്കോന്നില്ല. വഹുസിയിലേക്ക് ബിജിദ്ഇന്നഖല, ആ ഈത്തപ്പന മരം പിടിച്ച് കുലുക്കിക്കോന്ന് പറഞ്ഞു. നല്ല പൂർണ്ണ ഗർഭിണിയായ പെണ്ണിനോട് അള്ളാഹ് പറഞ്ഞ എന്താ? പിടിച്ച് കുലുക്കിക്കോന്ന്. അതെന്താ? അവർക്ക് മറിയം ബീവിക്ക് കറാമത്തില്ലാഞ്ഞിട്ടാണ്. കറാമത്തുണ്ട്. കറാമത്ത് അള്ളാഹ് ഉദ്ദേശിക്കുമ്പോഴേ വെളിപ്പെടുള്ളൂ. കാരണം കറാമത്ത് എന്ന് പറഞ്ഞാൽ അഭൗതികമായ ശക്തിയാണ്, കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതാണ്. കാരണം അന്ന് ആ സീസണിൽ ഇല്ലാത്ത ഭക്ഷണം കിട്ടുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് കഴിയാത്ത കാര്യമാണ്. അത് അള്ളാഹ് കൊടുക്കണം. അപ്പൊ ആ കഴിവ് അള്ളാഹ് ഒരു പടപ്പിനും കൊടുത്തിട്ടില്ല. പക്ഷെ ഇവിടെ സമസ്തക്കാർ പറയുന്നു അങ്ങനെ മലക്കുകൾക്കും ജിന്നുകൾക്കും ഔലിയാക്കന്മാർക്കും അമ്പിയാക്കന്മാർക്കും ഒക്കെ അബോധികമായ കഴിവുകൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറയുന്നു അങ്ങനെ ഒരു കഴിവും ഒരു സൃഷ്ടിക്കും അള്ളാഹ് കൊടുത്തിട്ടില്ല. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ തൗഹീദ് മനസ്സിലാക്കുമ്പോൾ ഇവിടെ ജാഹിലിയത്ത് എന്താണെന്നറിയണം. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, അബോധികമായ കഴിവ് അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും മലക്കുകൾക്കും ജിന്നുകൾക്കൊക്കെ എവിടെ കൊടുത്തിട്ടുണ്ടെന്ന് സമസ്തക്കാരെവിടെ പറഞ്ഞെന്നല്ലേ. ഞാൻ ഒരു ലേഖനത്തിൻ്റെ അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി എഴുതിയ 2003 ജൂൺ 1 ചന്ദ്രിക ദിനപത്രത്തിൽ എഴുതിയൊരു ലേഖനം, അതിൻ്റെ വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം. അയാൾ പറയണം, മലക്കുകൾക്ക് അബോധികമായ നിലയിൽ മനുഷ്യനെ സഹായിക്കാൻ കഴിയുമെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. എന്ത്? അമ്പലക്കടവിൻ്റെ വാദ പറഞ്ഞു. മലക്കുകൾക്ക് അബോധികമായി എന്ന് പറഞ്ഞാൽ ഒരു കാര്യകാരണമില്ലാതെ തന്നെ മനുഷ്യനെ സഹായിക്കാൻ കഴിയുമെന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് സമസ്തക്കാരുടെ വിശ്വാസം. ഇനി കേട്ടോളൂ. കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി ജിന്നുകൾക്ക് ചിലതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം മനുഷ്യന്മാർക്കും അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും അതേപോലെ തന്നെ മലക്കുകൾക്കും ജിന്നുകൾക്കൊക്കെ അബോധികമായ ഒരു കാര്യകാരണമില്ലാതെ തന്നെ മനുഷ്യനെ സഹായിക്കാൻ കഴിയും എന്നാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന സമസ്തന്റെ വിശ്വാസാട്ടോ. പക്ഷെ നമ്മൾ അതിന് കൊടുത്ത മറുപടി എന്താ? അബ്ദുൽ ഹമീദ് ഫൈസി അങ്ങനൊരു കഴിവ് ലോകത്ത് അള്ളാഹ് ആർക്കും കൊടുത്തിട്ടില്ല. കാരണം അത് അള്ളാഹിന്റെ കഴിവാണ്. ഏത് പടപ്പാണെങ്കിലും കാര്യകാരണബന്ധത്തിലൂടെ മാത്രമേ നടക്കുള്ളൂ. ഇത് കൃത്യമായി കൊണ്ട് മുജാഹിദികൾ എത്രയോ പ്രസിദ്ധീകരണങ്ങൾ എഴുതി പഠിപ്പിച്ചു. ഇനി മാത്രവുമല്ല, ഈ ഒരു ജിന്നും സിഹറുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ലെങ്കിൽ ജിന്നുമായി കൊണ്ട് അതിൻ്റെ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ
ഈ വിഷയങ്ങളിൽ അബൗദികമായ കഴിവുണ്ടെന്ന്, മലക്കുകളുടെ കഴിവ് അബൗദികമാണെന്നും ആ മലക്കുകൾ എന്ത് ചെയ്താലും അത് അബൗദിക കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ള സഹായമാണെന്നും ഇവര് എഴുതുക മാത്രമല്ല പ്രസംഗങ്ങളിലൂടെയും മുഖാമുഖങ്ങളിലൂടെയും നിരന്തരം പഠിപ്പിച്ചു. അതിൽ ഇതിപ്പോൾ EK വിഭാഗത്തിൻ്റെ വിശ്വാസമാണ് ഞാൻ വായിച്ചത്. ഇനി AP സമസ്തക്കാരുടെ വിശ്വാസം. ഇത് ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഉമർ റളിയല്ലാഹുവിൻ്റെ ഖൗൽ ഉദ്ധരിച്ചല്ലോ, ജാഹിലിയത്ത് മനസ്സിലായാലേ തൗഹീദ് തിരിയുള്ളൂ. അതുകൊണ്ട് എന്താണ് ജാഹിലിയത്ത് എന്ന് ആദ്യം നമ്മൾ പഠിക്കുക. എന്താണ് ഇവിടെ സമസ്തക്കാർക്ക് പറ്റിയ പിഴവ്? ആ പിഴവ് ഒരു മുജാഹിദിനും പറ്റാൻ പാടില്ല. അതിനാണ് ഈ ആദർശ സമ്മേളനം. ഇവിടെ സമസ്തക്കാർ അള്ളാഹു അല്ലാത്ത സൃഷ്ടികൾക്ക് അബൗദിക കഴിവ് സങ്കല്പിച്ചു കൊടുത്തു. അത് EK വിഭാഗം എഴുതിയതാണ് ഞാൻ വായിച്ചത്. ഇനി AP വിഭാഗത്തിൻ്റെ ഇന്ന് അവരുടെ ഏറ്റവും വലിയ ബുദ്ധിജീവിയായി, അല്ലെങ്കിൽ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന ഇന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് ഇന്നും ഒരു തൗറാത്ത് പോലെ AP വിഭാഗം കൊണ്ട് നടക്കുന്നത്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പുളിക്കലിൽ വെച്ചുകൊണ്ട്, അന്നൊക്കെ ഞങ്ങൾ ജാമിയ സെൽഫി പഠിക്കുക, ഈ മുഖാമുഖം ഞാൻ നേരിട്ട് പോയി കണ്ടതാണ്. ആ മുഖാമുഖത്തിൽ ഒരു മുജാഹിദ് പ്രവർത്തകൻ ചോദിച്ചപ്പോൾ ഉത്തരം മുട്ടി, അബൗദികമായ കഴിവ്. അപ്പോൾ മുമ്പിൽ അലവി സക്കാഫുണ്ട്, കൊളത്തൂർ സക്കാഫുണ്ട്. ഇവർക്ക് ഉത്തരം പറയാൻ കഴിയാത്തപ്പോൾ സ്റ്റേജിൽ ബേക്കിൽ ഇരിക്കുകയാണ് ആര്, മറ്റേ ഈ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ. അയാളുടെ കയ്യിൽ മൈക്ക് കൊടുത്തിട്ട് അയാളാണ് പിന്നെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. ആ മറുപടി നിങ്ങൾ ആദ്യം കേട്ടോളൂ. ജാഹിലിയത്ത് എന്താ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്. അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആൻ ഒരായത്തും തെളിയിക്കാൻ കഴിയൂല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്. സാധാരണമല്ല, അസാധാരണമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്. ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. അപ്പോൾ ഈ ആയത്ത് ഓതിയിട്ട് അദ്ദേഹം പറയുന്നത് മലക്കുകളുടെ സഹായം അബൗദികമാണ്. പല പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതാണ്. വൽ മലായികതു ബഅദ ദാലിക ലഹീർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സഹായിക്കും, മലക്കുകളും സഹായിക്കും എന്നാ പറയുന്നത്. അപ്പോൾ ഈ ആയത്തിൽ പറഞ്ഞ അബൗദികമായ സഹായം അഥവാ മലക്കുകളുടെ സഹായം അബൗദികമാണ്, കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്താണ്. അപ്പോൾ ഇതാണ് സമസ്തക്കാരുടെ വിശ്വാസം. അപ്പൊ അതേ കഴിവ് തന്നെയാണ് അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും ഉള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ അവരോട് തേടുന്നത്. അപ്പൊ ശിർക്കാകൂല. നേരെ മറിച്ച് അബൗദികമായ കഴിവില്ലാത്ത ഒരാളോട് തേടിയാലോ അതാ വസ്തുവിനെ ഈ പടച്ചോനാണെന്ന് വിശ്വസിക്കലാണ്. അപ്പൊ ശിർക്ക് വരും. അതാണ് ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ. മൊയ്തീൻ ശേഖിനോട് ചോദിച്ചാൽ ശിർക്കാവൂല എന്നാണ് അവർ പറയാൻ കാരണം. എന്താ? മൊയ്തീൻ ശേഖിന് അബൗദിക കഴിവുണ്ട്, അപ്പൊ അള്ളാഹ് കൊടുത്ത കഴിവാണ്. അപ്പൊ ഈ ഒരു വിശ്വാസം സമസ്തക്കാരിലുണ്ട്. അതുകൊണ്ട് തന്നെ അന്നിന് മറുപടി എഴുതിയിട്ടുണ്ട് മുജാഹിദ് പണ്ഡിതന്മാർ. കുഞ്ഞീദ് മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി KNM പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ഞാൻ വായിക്കാം. എന്നാൽ അബൗദികമായ മാർഗത്തിൽ ഗുണവും ദോഷവും വരുത്താനുള്ള കഴിവ് ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അവന്റെ പടപ്പുകളിൽ ഒരാൾക്കും ആ കഴിവില്ല. ഇത് KNM ഇന്നും പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ് എന്ന് കേട്ടോളൂ. അതുകൊണ്ട് ഇബാദത്തിനർഹൻ അവൻ മാത്രമാണ്. അതാണ് തൗഹീദ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ മുജാഹിദികൾ ഈ ഒരു നൂറ്റാണ്ട് കാലം പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ്? അബൗദികമായ കഴിവുകൾ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. എന്നാൽ 2002 പിളർപ്പ് മുജാഹിദ് പ്രസ്ഥാനത്ത് സംഭവിച്ചു. അതിപ്പോൾ ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മുജാഹിദികൾ വിശ്വസിക്കുന്നു തീർത്തും ആദർശപരമായിരുന്നു. അത് മടവൂർ വിഭാഗവും എഴുതിയിട്ടുണ്ട്. ഈ അടുത്ത കാലഘട്ടത്തിൽ ഇറങ്ങിയ ശബാബിൽ വരെ അവർ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ വരെ പറഞ്ഞു ആദർശപരമായിരുന്നു പിളർപ്പ്. പക്ഷെ എന്ന് പറയാണ് അങ്ങനെ ആദർശമൊന്നും, അതിനെ പറയപ്പെടാൻ പറ്റിയ ആദർശമൊന്നുമില്ല. ആ രീതിയിലാണ് ഇപ്പോൾ പോകട്ടെ. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനം പിളർന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ജുഹയായിരുന്ന ശബാബ് വാരിക മടവൂർ വിഭാഗം കൈയടക്കുകയും അതിലൂടെ നിരന്തരമായി കൊണ്ട് മുജാഹിദികളെയും അതിൻ്റെ ആദർശത്തെയും അതിൻ്റെ തൗഹീദിനെയും ചോദ്യം ചെയ്തുകൊണ്ട് ലേഖനങ്ങൾ വന്നു.
അതിൽ വന്ന ഒരു ലേഖനത്തിന്റെ തലവാചകം ഇതാ 2013 ജൂലൈ 19 ഇറങ്ങിയ ശബാബ്. ഞാനിത് ഡേറ്റ് ഒക്കെ പറയുന്നത് വെച്ചാൽ ആർക്കെങ്കിലും ഇനി നമ്മളിവിടെ കള പറഞ്ഞു, അല്ലെങ്കിൽ ടി കെ അഷ്റഫ് സാഹിബ് ഇവിടെ കള പറഞ്ഞു, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ കള പറഞ്ഞു ഒന്നും പറയണ്ട. നിങ്ങൾക്ക് സ്വർഗമാണ് സഹോദരങ്ങളെ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും ഐക്യപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകണം. അതല്ലാതെ എന്നും ഇവിടെ തല്ലും പിടിയും കച്ചറും നായാട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറയലും ഇതൊക്കെ നിർത്തിയിട്ട് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ തൗഹീദിലേക്ക് വന്ന് റസൂൽ പഠിപ്പിച്ച സുന്നത്തിലേക്ക് വരണം. അതിനാ പറയണത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരും അമ്പലക്കട ഫൈസിയും ഇവിടെ പഠിപ്പിച്ച സംഗതി എന്താ? അള്ളാഹു അല്ലാത്ത അഭൗതിക ശക്തികളുണ്ട് എന്നല്ലേ. എന്നാൽ ഇതേ ഒരു വാദം അബ്ദുസ്സലാം സുല്ലമി തൻ്റെ അബ്ദുസ്സലാം സുല്ലമി എന്ന് ഞാൻ പറയുമ്പോൾ അതൊരു വ്യക്തിയല്ല, ഇപ്പോഴത്തെ KNM നേതാവായ അബ്ദുസ്സലാം സുല്ലമി. KNM നേതാവായ അബ്ദുസ്സലാം സുല്ലമി 2013 ശബാബിൽ എഴുതിയ ലേഖനം എന്താണെന്നറിയോ? ആ ലേഖനത്തിന്റെ ഹെഡിങ് എന്താ അറിയാം നിങ്ങൾക്ക്? അഭൗതിക ശക്തി അള്ളാഹു മാത്രമോ. അഭൗതിക ശക്തി ഇതാണ്. എൻ്റെ അടുത്ത് ആ ശബാബിന്റെ ഒറിജിനൽ കോപ്പി ഉണ്ട്. അഭൗതിക ശക്തി അള്ളാഹു മാത്രമോ. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരു സുന്നി ചോദിക്കുകയാണ്, അല്ലെങ്കിൽ സമസ്തക്കാരൻ ചോദിക്കുകയാണ്, എല്ലാം കേൾക്കുന്നവൻ അള്ളാഹു മാത്രമോ എന്ന് ചോദിച്ചാൽ എന്താ എൻ്റെ അർത്ഥം? അള്ളാഹു എല്ലാം കേൾക്കും, അള്ളാഹു അല്ലാത്ത കുറച്ച് ആൾക്കാരെല്ലാം കേൾക്കുന്ന. അപ്പൊ അഭൗതിക ശക്തി അള്ളാഹു മാത്രമോ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു അഭൗതിക ശക്തിയാണ്, പക്ഷെ അല്ലാത്ത വേറെ അഭൗതിക ശക്തികൾ ഉണ്ട്. ഇതന്നല്ലേ സുഹൃത്തുക്കളെ ശിർക്ക് എന്ന് പറഞ്ഞാൽ? അല്ലേ? അഭൗതിക ശക്തി അള്ളാഹു മാത്രമോ. ഇനി കേട്ടോ, ഇത് ഇയാൾ സ്ഥാപിക്കണം എന്താ വെച്ചാൽ ഇതാ, അഭൗതിക ശക്തി ഏകനായ അള്ളാഹു മാത്രമേ ഉള്ളൂ, അൽ ഇസ്ലാഹു മാസിക. അതിനെ ഗണ്ണിക്കാണ് ഇയാൾ. അഭൗതികവും അദൃശ്യവുമായ ശക്തി അള്ളാഹു മാത്രമാണ്, മലക്കുകളും ജിന്നുകളും ദൃശ്യവും അഭൗതികവുമായ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ സ്ഥാപിക്കാൻ ജിന്നുവാദികൾ കണ്ടുപിടിച്ച പുതിയ ആദർശമാണിത്. അഭൗതിക ശക്തി അള്ളാഹു മാത്രമോ എന്നത് നമ്മൾ കണ്ടുപിടിച്ച പുതിയ ആദർശമാണ്. അല്ലാത്ത വേറെയും അഭൗതിക ശക്തികളുണ്ട്. സുഹൃത്തുക്കളെ, ഇത് അപകടമാണ്. ഇത് സമസ്തക്കാരുടെ തൗഹീദ. ഈ തൗഹീദ് മുജാഹിദീങ്ങൾക്ക് പരിചയമല്ല. എന്നിട്ട് ഈ തൗഹീദ് കൊണ്ട് ഈ തൗഹീദ് അട്ടിമറിഞ്ഞപ്പോൾ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് അറിയാമെങ്കിൽ അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ചില ആളുകൾ ചോദിക്കും, എന്താ ഇപ്പം മലക്കും ജിന്നോട് അബോധികം എന്ന് പറഞ്ഞാൽ? ഈ ഒരു വാദം അബ്ദുസ്സലാം സുല്ലമി ഉന്നയിച്ചപ്പോൾ, അഥവാ മടവൂർ വിഭാഗം ഉന്നയിച്ചപ്പോൾ, ഇന്നത്തെ KNM നേതാവ് അന്ന് ഉന്നയിച്ചപ്പോൾ, അന്ന് KNM നേതാവായിരുന്ന അനസ് മൗലവി കൊടുത്തൊരു മറുപടിയുണ്ട്. എന്താ മറുപടി എന്നറിയോ? ജിന്നുകളും മലക്കുകളും ഒന്നും അബോധിക ശക്തിയല്ല, അള്ളാഹു മാത്രമാണ് അബോധിക ശക്തിയുള്ളത്. ഇത് മുജാഹിദുകൾ പണ്ടേ പഠിപ്പിച്ചു പോന്നിട്ടുണ്ട്. ആ മറുപടി നിങ്ങൾ കേട്ടോളൂ. നിനക്ക് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഗൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല, ഗൈബല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്, ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. അതിന് തെളിവാണ് 3 പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക് എന്താ സാഹിബ്, ആരെങ്കിലും ചപ്പ്ളാ ചപ്പണമെങ്കിൽ അത് കയറി നിങ്ങൾ ചപ്പാതിക്കണം എന്തിനാ? എന്തെങ്കിലും സ്വന്തമായിട്ട് വായിച്ച് പഠിക്കണ്ടേ? ആരെങ്കിലും കൊണ്ടുനടക്കണ കണ്ടപ്പോ കൊള്ളാലോ അത്, നമുക്കും പറ്റുമല്ലോ, നമുക്ക് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഇൻഷാ അല്ലാഹ് കുറച്ച് സമയത്തിന് ശേഷം ഇയാൾ എന്നെ പറയുന്നുണ്ട് പെട്ടത് അല്ലേ. ചാത്തൻ പോത്തൻ കുറിഞ്ചാത്തന്മാർ തെക്ക് വടക്കോട്ടോടുകയാണ് എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് കുറെ ചാത്തന്മാരും പോത്തന്മാരും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആ ചടഞ്ഞതും കൊണ്ട് ഓടി നോക്കി. എന്നിട്ട് ഒന്നും സംഭവിച്ചോ? വല്ലതും സംഭവിച്ചോ? കേരളത്തിൽ വല്ലതും സംഭവിച്ചോ? കുറെ ചാത്തന്മാർ റോഡിലൂടെ ഓടി എന്നല്ലാതെ. അതുകൊണ്ട് ആരെങ്കിലും ചപ്പി തുപ്പിയത് അത് വാരി അണ്ണാക്കിലിടാൻ ശ്രമിക്കരുതേ പൈസി എന്നാണ് ഈ സമയത്ത് വളരെ സ്നേഹത്തോടെ ഉപദേശിക്കാനുള്ളത് അല്ലേ. കുറെ ഓടിയതല്ലേ ഇതൊക്കെ. ഇവിടെ ഇതൊന്നും പുതിയല്ലോ, പുതിയതായിട്ട് അവതരിച്ച പുതിയ ചിഹ്നമൊന്നും അല്ലല്ലോ. നേരെ മറിച്ച് പുതിയതല്ല, പഴയതാ. ഇതിനൊക്കെ കൃത്യമായി വ്യക്തമായി മുജാഹിദ് പ്രസ്ഥാനം മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ പറഞ്ഞത് അനസ് മൗലവി? ഇത് മുജാഹിദുകൾ കൊടുത്ത മറുപടിയാണ്.
ഈ ഒരു സമസ്തക്കാരുടെ തൗഹീദ് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അന്ന് മുജാഹിദായിരുന്ന അനസ് മൗലവി കൊടുത്ത മറുപടിയാണെന്ത്? 3 പുസ്തകങ്ങൾ, അതിലൊരു പുസ്തകമാണത് KM മൗലവിയുടെ ഫത്വകൾ, മറ്റത് അമാനി മൗലവിൻ്റെ ഇസ്ലാമിക ജീവിതം, മറ്റൊന്ന് ഉസ്മാൻ ഡോക്ടറെ മുഖ്യശത്രു. ഈ 3 പുസ്തകം അനസ് മൗലവി ഇവിടെ വായിക്കുന്നുണ്ട്. ഈ 3 പുസ്തകത്തിലും മുജാഹിദുകൾ പഠിപ്പിച്ച ആദർശം എന്താ? അബോധികമായിക്കൊണ്ട് സഹായിക്കാൻ കഴിയുന്ന അള്ള മാത്രമേ ഉള്ളൂ. ജിന്നും മലക്കും അബോധികമല്ല, കാര്യകാരണത്തിന് അപ്പുറത്തല്ല. ഈ ഒരു വാദം ഇവിടെ നിർത്തിയില്ല. അങ്ങനെ ശബാബിലൂടെ വന്നു. ഇപ്പോൾ ഇതാ KNMന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ യുവത പുറത്തിറക്കിയ പുസ്തകം. കാരണം കടപ്പുറത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അൽമനാർ, ശബാബ്, പുടവ, വിചിന്തനം എന്നൊക്കെ. അപ്പോൾ KNM പബ്ലിഷിംഗ് വിങ് ഉണ്ട്. ആ KNM പബ്ലിഷിങ്ങിൻ്റെ അതേ കീഴിലുള്ള KNM സംസ്ഥാന വകുപ്പിൻ്റെ കീഴിലാണ് യുവത ഉള്ളത്. ഇപ്പോൾ ആ യുവത ഇറക്കിയ പുസ്തകമാണ് തൗഹീദ് നവയാഥാസ്ഥിതിക വ്യതിയാനം. ഈ തൗഹീദ് ഇവർ മാറ്റിയപ്പോൾ ഉണ്ടായ അപകടമാണ് ഇനി കേൾക്കാൻ പോണത്. ശരിക്കും മനസ്സ് തുറന്ന്, സ്വർഗമാണ് സുഹൃത്തുക്കളെ നമ്മൾ ആഗ്രഹമെങ്കിൽ, നമ്മൾ തൗഹീദ് ഉണ്ടെങ്കിലല്ലേ ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ശിർക്ക് വിശ്വാസത്തിലോ കർമ്മത്തിലോ ഉണ്ടായാൽ അള്ളാഹ് അവന് സ്വർഗ ഹറാമാക്കും. ഒരു സംശയം ആർക്കും വേണ്ട. അത് സമസ്തക്കാർക്കെതിരെയുള്ള ആയത്തൊന്നുമല്ല, അള്ളാഹു എല്ലാ മനുഷ്യന്മാർക്കും ഇറക്കിയ ആയത്താണ്. അത് മുജാഹിദീങ്ങൾ ശിർക്ക് ചെയ്താലും, അത് KNM ശിർക്ക് ചെയ്താലും, ആര് ശിർക്ക് ചെയ്ത്, ഇനി വിസ്ലക്കാർ ശിർക്ക് ചെയ്താലും, ഈ ലോകത്തുള്ള ആര് മനുഷ്യന്മാർ ശിർക്ക് ചെയ്താലും അള്ളാഹ് ശിർക്ക് ചെയ്യണതിൻ്റെ ജാതി മതം ഓൻ്റെ അഡ്രസ്സും ഓൻ്റെ വാപ്പാൻ്റെ പേരും എന്നല്ല നോക്കുക. ശിർക്കാണെങ്കിൽ ആര് ചെയ്താലും ശിർക്കല്ല. ഈ ഒരു പിഴച്ച വിശ്വാസം കൊണ്ട് ഉണ്ടായ അപകടം എന്താണെന്നറിയോ? ഈ പുസ്തകത്തിൻ്റെ KNMന്റെ ഔദ്യോഗിക നേതാവായ അബ്ദുൽ സലാം സുല്ലമി എഴുതിയ പുസ്തകത്തിൻ്റെ തൗഹീദ് നവയാഥാസ്ഥിതികയുടെ വ്യതിയാനം, ഇത് പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായം 11-ാമത്തെ പേജിൽ കാണാം. മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ അവൻ്റെ വിശ്വാസത്തിൽ ശിർക്കും കുഫറും സംഭവിക്കുന്നു. ഇത് മലയാളത്തിലാട്ടോ. ഈ പുസ്തകം ഇതുവരെ പിൻവലിച്ചതായിക്കൊണ്ട് ഒരു അറിയിപ്പും വന്നിട്ടില്ല. ഈ നിമിഷം വരെ പിൻവലിച്ചതായിക്കൊണ്ട് വന്നിട്ടില്ല. അപ്പോൾ ഐക്യത്തിന് ശേഷവും ഈ ആദർശം നിലനിൽക്കുന്നു എന്നർത്ഥം. മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ തന്നെ ശിർക്ക് വന്നു. അപ്പോൾ മലക്ക് ഒരു മനുഷ്യനെ സഹായിക്കുമെന്ന് വിശ്വസിച്ച ശിർക്കാണ്. ഇത് സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ ഖുർആനെതിരാണ്. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ലഹു മുഅഖിബാത്തും ബൈന യദൈ, അവൻ്റെ മുമ്പിലും പിന്നിലുമായിക്കൊണ്ട് അവനെ സഹായിക്കുന്ന മലക്കുകളെ നാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ തന്നെ 71-ാമത്തെ പേജിൽ ഇത് കാണാം. അപ്പൊ അതിൽ പോലും പറഞ്ഞ കാര്യങ്ങൾക്കെതിരായിക്കൊണ്ട് തുടക്കത്തിൽ തന്നെ പറയണം. കാരണം മലക്ക് എന്ന് പറഞ്ഞാൽ അത് അബോധികമാണ്. അപ്പൊ അബോധികമായിക്കൊണ്ട് സഹായിക്കാൻ കഴിയുന്ന അള്ളയാണ്. ആ മലക്ക് സഹായിക്കുന്ന നിശ്ചയിച്ച ശിർക്കാകും അദ്ദേഹത്തിന്റെ വാദപ്രകാരം. അപ്പൊ അതുകൊണ്ട് മലക്ക് സഹായിക്കൂല, ജിന്ന് സഹായിക്കൂല. ഇനി സഹായം തേടിയാലോ ശിർക്കും കുഫറും സംഭവിക്കുന്നു. അദ്ദേഹം പറഞ്ഞൊരു ന്യായമുണ്ട്, അത് കേട്ടോളൂ. കാരണം ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. മലക്കുകളോടും ജിന്നുകളോടും നാം എന്ത് സഹായം ആവശ്യപ്പെട്ടാലും അത് അദൃശ്യവും അബോധികവുമായ മാർഗമാണ്, മരണപ്പെട്ടവരോട് ചോദിക്കുന്നത് പോലെ തന്നെ. അപ്പോൾ അബ്ദുസ്സലാം സുല്ലമിയുടെ ദൃഷ്ടിയിൽ, അല്ലെങ്കിൽ അബ്ദുസ്സലാം സുല്ലമി എന്നല്ല KNMന്റെ ദൃഷ്ടിയിൽ, വിചിന്തനത്തിലും ഇപ്പോൾ ലേഖനം വന്നിട്ടുണ്ട്. അപ്പോൾ KNM വിഭാഗത്തിൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, മരിച്ചു കഴിഞ്ഞ മനുഷ്യൻ സമം മലക്ക് ജിന്ന്. ശരിക്കും മനസ്സിലാക്കണം, മരിച്ചു കഴിഞ്ഞ മനുഷ്യൻ സമം മലക്ക് ജിന്ന്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മൊയ്തീൻ ഷേഖ് റഹ്മത്തുള്ളാഹി മരിച്ചല്ലോ, സംശയമില്ലല്ലോ. ഇവിടെ സമസ്തക്കാർക്കും വിശ്വാസമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചരമദിനൊക്കെ ഇവിടെ ജീലാനി ദിനായിട്ട് കൊണ്ടാടുന്നത്. ഓല് വിശ്വസിക്കുന്നുണ്ട് 40 അടിയുണ്ട് ഇവിടെ ഹാജരാകുന്നുണ്ടെന്നൊക്കെ, അത് വേറെ വിശ്വാസം. അതുകൾക്ക് കാര്യലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം മൊയ്തീൻ ഷേഖ് മരിച്ചിട്ടുണ്ട്. ആ മരിച്ചു കഴിഞ്ഞ മൊയ്തീൻ ഷേഖും ജീവിച്ചിരിക്കുന്ന ഒരു ജിന്നും അല്ലെങ്കിൽ ഒരു ശൈത്താനും തുല്യമാണ്. സഹായം ചോദിക്കട്ടെ, അവിടെ നിൽക്കട്ടെ, സഹായം ഇപ്പം നമ്മൾ ചോദിക്കാൻ പോണില്ല. ജിന്നും അതേപോലെ തന്നെ മരിച്ച ഒരു മനുഷ്യനും സമമാണ് എന്നതാണ് കാരണം, എന്നതാണ് ശിർക്കാകാൻ കാരണം എന്നാണ് അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞ്. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കി, മൊയ്തീൻ ഷേഖ് എൻ്റെ ഈ സംസാരം കേൾക്കുമെന്ന് ഞാൻ വിശ്വസിച്ച ശിർക്കാണ്.
ഒരു സംശയമില്ലല്ലോ, ആർക്കും സംശയം, മുജാഹിദീങ്ങൾക്ക് സംശയമില്ല കേട്ടോ. മൊയ്തീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി ബഗ്ദാദിൽ മറമാടപ്പെട്ട അദ്ദേഹം ഞാൻ ഈ പാലക്കാട് നിന്ന് സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ച ശിർക്കാണ്, സംശയമല്ല. എന്നാൽ എൻ്റെ കൂടെയുള്ള എൻ്റെ കരീനാകുന്ന ജിന്നും അതേപോലെ തന്നെ എൻ്റെ രേഖകൾ എഴുതുന്ന മലക്കും ഞാനിവിടെ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്, അതല്ലെങ്കിൽ പരിസരത്തുണ്ടായേക്കാവുന്ന മലക്കുകളോ ജിന്നുകളോ കേൾക്കുന്നുണ്ടാകാം എന്ന് ഞാൻ വിശ്വസിച്ചാൽ അത് ശിർക്കാണോ? അല്ല, അത് തൗഹീദാണ്. കാരണം എന്താ അള്ളാഹ് പറഞ്ഞത്? സൂറത്തു ജിന്നിൽ റസൂലുള്ളാഹിക്ക് അള്ളാഹ് നിർദ്ദേശം കൊടുത്ത എന്താ? നിങ്ങളുടെ ഖുർആൻ പാരായണം ചില ജിന്നുകൾ വന്ന് കേട്ടിരുന്നു നബിയേ. ശരിക്കും ശ്രദ്ധിക്കണം, നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ ചില ജിന്നുകൾ വന്നുകൊണ്ട് നിങ്ങളുടെ ഖുർആൻ കേട്ടിരുന്നു. എന്തുകൊണ്ടാണ് അള്ളാഹു നബിയെ നിങ്ങൾ ഖുർആൻ ഓതിയപ്പോൾ ഇബ്രാഹിം നബി കേട്ടിരുന്നു എന്ന് പറയാതിരുന്നത്? മുജാഹിദീങ്ങൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഖുർആൻ ഓതിയപ്പോൾ ഇബ്രാഹിം നബി കേട്ടിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല? അത് അല്ലാഹ് പറയില്ല, അത് ശിർക്കാണ്. എന്നാൽ അതേ അള്ളാഹുവിന്റെ ഖുർആനിൽ കാണാം, നിങ്ങൾ ഖുർആൻ ഓതിയപ്പോൾ റസൂലെ ജിന്നുകൾ വന്ന് കേട്ടിരുന്നു. അവൻ മരിച്ചോരും ജിന്നുകളും സമാണോ? അല്ല. ഇതൊക്കെ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവില്ല. അതിൻ്റെ അടുത്ത സഹായം ചോദിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു, ഹറാം, പാടില്ല, നരകത്ത് പോണ പണിയാണ്. ഇനി ഒരു ജിന്ന് അബ്ദുസ്സലാം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ, KNM നേതാക്കന്മാരുടെ വിശ്വാസം ഞാൻ പറയണത്. ഒരു മലക്ക് മനുഷ്യന്റെ മുമ്പിൽ വന്നിട്ട് പറയാണ്, എന്നെ അള്ളാഹു നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചതാണ്, എനിക്ക് വല്ല സഹായം വേണമെന്ന് ചോദിച്ചാൽ ശിർക്കല്ലാന്ന് അയാൾ എഴുതിയിട്ടുള്ളത്. KNMന്റെ വിശ്വാസം പറയണത്. ഈ പുസ്തകത്തിൽ മലയാളത്തിൽ എഴുതി വിട്ടിട്ടുണ്ട്. എന്നാ നമ്മൾ പറഞ്ഞെന്താ? അതൊരു പക്ഷേ ജിന്നായിരിക്കാം, അല്ലെങ്കിൽ ശൈത്താനായിരിക്കും, നമുക്ക് മലക്കും ജിന്നും തിരിച്ചറിയാൻ പറ്റില്ല. ഒരു സഹായം എനിക്ക് വേണ്ട, തൽക്കാലം എൻ്റെ പെയ്ക്കോ എന്നാ നമ്മൾ പറയാം. പക്ഷെ KNM നേതാക്കന്മാരുടെ വിശ്വാസം ചോദിച്ചാലും ശിർക്കല്ല എന്നാ. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഒരു അട്ടിമറി, അതായത് ജിന്ന് സമം മരിച്ചവർ എന്നാലല്ലേ നമ്മളെ മുശ്രിക്കാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കി സുഹൃത്തുക്കൾ, ഇത് അപകടമാണ്. മനുഷ്യന്മാരോട് തുല്യരാണ് മലക്കുകൾ എന്ന് പറഞ്ഞാൽ മലക്ക് സഹായിക്കുമെന്ന് വിശ്വസിച്ച ശിർക്കാകൂലേ? ഈ ഒരു വിശ്വാസം അപകടമാണെന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു. ഈ ഒരു വിശ്വാസമാണ് എല്ലാ പിളർപ്പിന്റെയും വ്യതിയാനത്തിന്റെയും നാരായ പേര്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു വിശ്വാസം ഈ സുല്ലമിയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആളുകളും തിരുത്താതെയാണ് ആദർശ ഐക്യമുണ്ടായതെങ്കിൽ സുഹൃത്തുക്കളെ, ഇതൊരിക്കലും ഐക്യമാവുകയില്ല. തൗഹീദും ശിർക്കും ഇരുളും വെളിച്ചവും അതുപോലെ തന്നെ ചൂടും തണുപ്പും ഒരിക്കലും ഐക്യപ്പെടൂല. അള്ളാഹ് പറഞ്ഞതാണ്, ഇരുളും വെളിച്ചവും രാവും പകലും ഒരിക്കലും വലുമാത്തും നൂറും തുല്യരല്ല, മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും തുല്യമല്ല. ഈ ഒരു വിശ്വാസം കൊണ്ടുണ്ടായതാണ് ഹദീസ് നിഷേധം. ഈ തൗഹീദ് പൊളിഞ്ഞു. അപ്പൊ ഇനി എന്ത് വേണം ചോദിച്ചാൽ, ജിന്നുകളും മലക്കുകളും മരിച്ചവരെ പോലെ ആയിത്തീർന്നു. അവന് ജിന്ന് എന്ത് ചെയ്യുന്നു എന്ന് വിശ്വസിച്ചാലും ശിർക്കാവും, മലക്ക് എന്ത് ചെയ്യുമെന്ന് വിശ്വസിച്ചാലും ശിർക്കാവും. അപ്പൊ ഇനി ജിന്ന് സാഹിറിനെ വിശ്വസിച്ചാലും ശിർക്കാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? സിഹിറിന് യാഥാർത്ഥ്യം ഇല്ല എന്ന് പറയാ. അപ്പൊ കണ്ണേറിന് യാഥാർത്ഥ്യം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കാകും. കാരണം എന്താ? അത് അബൗദികമായ എന്തോ ഒരു കഴിവുണ്ട് വിശ്വസിക്കലാണ്. അപ്പൊ അതിനൊക്കെ അങ്ങോട്ട് തള്ള നമുക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കൾ, ഇത് ഏറ്റവും വലിയ അപകടമല്ലേ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞോളി. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ കളവാണ്. ഇതൊന്നും സലാം എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ KNM നേതാവൊക്കെ വിശ്വാസമില്ല. ഉണ്ടെങ്കിൽ പറഞ്ഞോളിന്ന് നമ്മൾ തിരുത്താലോ. അബദ്ധം ആര് പറഞ്ഞാൽ തിരുത്താലോ. സുഹൃത്തുക്കൾ, ഇതുകൊണ്ട് നമുക്ക് എന്താ ലാഭമുള്ളത്? കുറെ ആൾക്കാർ മുശ്രിക്കാക്കി ഹദീസ് നിഷേധമാക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടാനാണുള്ളത്? സുഹൃത്തുക്കളെ, നിങ്ങൾ ശിർക്കിലേക്ക് പോകരുത്, തൗഹീദിലേക്ക് വരണം. മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ച തൗഹീദിലേക്ക് വരണം. ഇതിനു വേണ്ടിയിട്ടാണ് ആദർശ സമ്മേളനം നമ്മൾ നടത്തുന്നത്. സഹോദരങ്ങളെ, ഈ ഒരു വിശ്വാസം ഇവർക്ക് വന്നപ്പോൾ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പല കാര്യങ്ങളും അംഗീകരിക്കാൻ കഴിയാതെ വന്നു എന്ന് പറഞ്ഞ് എത്രമാത്രം ചോദിച്ചാൽ സുഹൃത്തുക്കൾ, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ നോക്കൂ, നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം നടത്തിയ യുദ്ധമാണല്ലോ ബദർ യുദ്ധം. മുസ്ലിങ്ങൾക്കും സുന്നി മുജാഹിദ് ജമാഅത്തും തർക്കമില്ലാത്ത വിഷയം.
ആ ബദർ യുദ്ധം കഴിഞ്ഞ് റസൂൽ അങ്ങനെ നിൽക്കുമ്പോൾ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാട്ടോ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, നബി പിന്നെ റസൂലുള്ള സഹാബികളൊക്കെ ഉണ്ട്. ജിബ്രീൽ വന്നിട്ട് ചോദിച്ചു, അല്ല റസൂലെ, ഈ ബദറിൽ പങ്കെടുത്ത ഈ വിശ്വാസികളെ കുറിച്ച് നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയവരാണ് ഈ വിശ്വാസികൾ. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, എങ്കിൽ ബദറിൽ പങ്കെടുത്ത മലക്കുകളെ ഞങ്ങൾ ഗണിക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ, ബദറിൽ പങ്കെടുത്ത് യുദ്ധം ചെയ്ത മലക്കുകളും മലക്കുകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും മുന്തിയ മലക്കുകൾ. പല ദർജയുള്ള ആളുകളുണ്ടാവും. ജിബ്രീലാണ് ഏറ്റവും വലുത്, അത് കഴിഞ്ഞ് പല ദർജയുള്ള ആൾ. അപ്പം ബദറിൽ പങ്കെടുത്ത മലക്കുകളാണ് മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ടോപ്പ് ലെവലുള്ള ആളുകൾ. അപ്പൊ ഇതെന്ത് മനസ്സിലായി? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള മലക്കുകൾ ബദറിൽ പങ്കെടുത്തു എന്നല്ലേ ഹദീസിൽ കാണാം. സഹാബത്ത് പറയണം, ഞങ്ങളിങ്ങനെ ഒരു ശത്രുവിനെ ഇങ്ങനെ വെട്ടാൻ വേണ്ടി പോകുമ്പോൾ കാണാം അയാളുടെ തല നിലത്ത് കിടക്കണം. അപ്പൊ ഞങ്ങൾക്ക് പിടുത്തം കിട്ടിയില്ല. അങ്ങനെ ജിബ്രീൽ പിന്നെ യുദ്ധം കഴിഞ്ഞിട്ട് പിന്നെ നബി വിശദീകരിച്ചപ്പോൾ നമുക്കത് മനസ്സിലായത്. അപ്പം മലക്കുകൾ ഇറങ്ങി യുദ്ധം ചെയ്തിട്ടുണ്ട്. ഈ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. സഹോദരങ്ങളെ ശരിക്കും മനസ്സിലാക്കിക്കോളി. ജിബ്രീൽ വന്നിട്ടാണ് പറഞ്ഞത് എന്ത്? ശരിക്കും നിങ്ങൾ ആലോചിക്കണം. ജിബ്രീൽ വന്നിട്ടാണ് പറഞ്ഞത് മലക്ക് യുദ്ധം ചെയ്തിട്ടുണ്ട് എന്ന് കേട്ടോ. ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മലക്കൾ യുദ്ധം ചെയ്തിട്ടുണ്ട്. പക്ഷെ KNM നേതാവായ അബ്ദുസ്സലാം സുല്ലമി ഇതിന് കൊടുക്കുന്ന അടിക്കുറിപ്പ് കേട്ടോളി നിങ്ങൾ. ഇതൊരു അലങ്കാര പ്രയോഗമാണ്. ഏത്? മലക്ക് വന്നിട്ട് യുദ്ധം ചെയ്തു എന്നുള്ളത് എന്താണ്? ഒരു ആലങ്കാരിക പ്രയോഗമാണ്. മലക്കുകൾ യുദ്ധം ചെയ്യാറില്ലെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ യാസീനിൽ വ്യക്തമാക്കുന്നുണ്ട്. ബദറിൽ മലക്കുകൾ യുദ്ധം ചെയ്തിട്ടില്ല. മലയാളത്തിലാട്ടോ എഴുതുന്നത്. ബദറിൽ മലക്കുകൾ യുദ്ധം ചെയ്തിട്ടില്ല. മുസ്ലിങ്ങൾക്ക് സ്ഥിരത നൽകുവാനും സന്തോഷ വാർത്ത എന്ന നിലക്കുമാണ് ഇറക്കപ്പെട്ടത്. അപ്പൊ ഇറങ്ങിയിട്ടുണ്ട്, യുദ്ധം ചെയ്തിട്ടില്ല. സന്തോഷ വാർത്ത ഉള്ളൂ, യുദ്ധം ചെയ്തിട്ടില്ല. അപ്പൊ സുഹൃത്തുക്കളെ, എന്തിനാണ് ഇങ്ങനെ അടിക്കുറിപ്പ് അബ്ദുസ്സലാം സലമി കൊടുത്ത? അതാണ് പോയിന്റ്. അപ്പൊ മലക്കുകൾ ഇറങ്ങി മുസ്ലിങ്ങളെ യുദ്ധം ചെയ്ത് സഹായിച്ചു എന്ന് വിശ്വസിച്ച് ശിർക്കാണ്. അതാ കാരണം എന്താ അറിയോ? മലക്ക് അബോധികാണ്. അപ്പൊ അബോധികമായിക്കൊണ്ട് അള്ളാഹു അല്ലാതെ സഹായിക്കുന്നു വിശ്വസിച്ച് ശിർക്കാണ്. അപ്പൊ മലക്ക് യുദ്ധം ചെയ്ത് വിശ്വസിച്ച് ശിർക്കാണ്. അപ്പൊ തൗഹീദ് സംരക്ഷിക്കാനാണ് അബ്ദുസ്സലാം സലമി ഹദീസ് നിഷേധിക്കുന്നത്. ഇനി സുഹൃത്തുക്കളെ, മുജാഹിദീങ്ങൾ ഒന്ന് ചിന്തിച്ചോളി. ഈ റസൂലുള്ളാഹിക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുത്താരാ? ജിബ്രീലല്ലേ? ആ ജിബ്രീൽ വന്നിട്ടല്ലേ റസൂലുള്ളാഹിനോട് പറയണത് മലക്കൾ യുദ്ധം ചെയ്തിട്ടുണ്ട് എന്ന്? അപ്പൊ ജിബ്രീൽ പഠിപ്പിച്ചു കൊടുത്ത തൗഹീദ് സംരക്ഷിക്കാൻ അബ്ദുസ്സലാം സലമി ജിബ്രീൽ പഠിപ്പിച്ചു കൊടുത്ത കാര്യം നിഷേധിക്കേണ്ട ആവശ്യമുണ്ടോ? ചിന്തിച്ചു നോക്കി. അപ്പൊ ആർക്കാ? ജിബ്രീലിന് ഏതായാലും തെറ്റിയിട്ടില്ലല്ലോ, റസൂലുള്ളാഹിക്ക് ഏതായാലും തെറ്റിയിട്ടില്ലല്ലോ, പിന്നെ തെറ്റിയതാരാ? അപ്പൊ ഈ KNM നേതാവിന്റെ ഈ ഒരു അബദ്ധ വിശ്വാസമാണ് ഇവിടെ പ്രശ്നം. അതുകൊണ്ട് ബുഖാരി ഉദ്ധരിച്ച ഹദീസിനെ നിഷേധിക്കുന്നു. ബുഖാരിയിൽ മുസ്ലിം പിന്നെ മലക്കുകൾ യുദ്ധം ചെയ്തു എന്ന് കൃത്യമായി വന്നിട്ടുണ്ട്. ഇനി അദ്ദേഹം പറഞ്ഞെന്താ? സൂറത്തു യാസീനിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് മലക്കുകൾ യുദ്ധം ചെയ്യാൻ വേണ്ടി ഇറക്കൂല. അത് കളവാ. അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങോട്ട് തട്ടിവിടന്നെ. അള്ളാഹ് എന്താ പറഞ്ഞത്? വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമായി വമാ കുന്നാ മുൻസിലീൻ. സ്വാഹിബു യാസീനിനെ വധിച്ച ആളുകൾ, അവരെ നശിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മലക്കുകളൊന്നും ഇറക്കാൻ വേണ്ടി വന്നിട്ടില്ല. ഇൻഹുവ ഇല്ലാ സൈഹത്തൻ വാഹിദ. ഒരു ഒച്ച ഉണ്ടായപ്പോൾ തന്നെ ഒക്കെ പണി കഴിഞ്ഞ് തൂഫാനായിട്ടുണ്ട്. പിന്നെ ഇതിനെ മലക്കിനെ ഇറക്കണ്? അതാ അള്ളാഹ് ചോദിച്ചത്. ഈ ആയത്തിരുത്തിട്ട് മൂപ്പര് പറയണത് മലക്കൊന്നും ഇറങ്ങൂലെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ ഹദീസും ജിബ്രീൽ പഠിപ്പിച്ച തൗഹീദും ഇവിടെ പൊളിച്ചിട്ട് വേണം സമസ്തക്കാരെ തൗഹീദ് ഇവിടെ സ്ഥാപിക്കാൻ. സുഹൃത്തുക്കൾ, ഇങ്ങനെ കിടങ്ങാറാവേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഈ ഒരു അബദ്ധ വിശ്വാസം ഈ KNM നേതാക്കന്മാർക്ക് ഉണ്ടായത് കൊണ്ടാണ് മലക്കുകൾ ഇറങ്ങി യുദ്ധം ചെയ്തിട്ടില്ല
എന്ന് ഈ നിമിഷം വരെ തിരുത്തപ്പെടാത്ത ലേഖനമാണ്, പ്രസിദ്ധീകരണമാണ്. ഇത് തിരുത്തേണ്ട സുഹൃത്തുക്കളെ. ഈ ഹദീസ് നമ്മൾ അംഗീകരിച്ചെങ്കിലല്ലേ നമുക്ക് പൂർണ്ണമായിക്കൊണ്ട് റസൂല പഠിപ്പിച്ച കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതൊരു കാര്യം. ഇനിയോ, ഇനി നമുക്കറിയാലോ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആദ്യകാലം മുതൽക്കു തന്നെ തൗഹീദ് കൃത്യമായിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൗഹീദ് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജിന്നു ശൈത്താന് സിഹറൊക്കെ പറയേണ്ടി വരും. ഇപ്പം ചില ആളുകൾ പറഞ്ഞത് വെച്ചാൽ ഐഡിയോളജിക്കൽ ഡിസിപ്ലിനാണ് ഇപ്പം. എന്ത് ഐഡിയോളജിക്കൽ ഡിസിപ്ലിൻ? സാധാരണക്കാർക്കൊന്നും തിരിയില്ല ചിലപ്പം. എന്ന് പറഞ്ഞാൽ ഒരു തന്ത്രപരമായിട്ടുള്ള മിണ്ടാതിക്കൽ എന്നർത്ഥം. അതിന് പച്ചമലയാളത്ത് പറയാ ആദർശം മിണ്ടൂലാന്ന്. മനസ്സിലായോ? ആദർശം മിണ്ടാത്ത ആദർശം, മിണ്ടാത്ത ആദർശം, അതാണ് ഇപ്പം നമ്മൾ ആദർശം. സുഹൃത്തുക്കൾ ഇത് കളിയാക്കാൻ വേണ്ടി പറയില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇങ്ങനത്തെ ഒരു ഗതികേട് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ നോക്കൂ, ജിന്നോ സിഹറോ പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തെ തൗഹീദ് പറയും. തൗഹീദ് തെളിയുള്ളൂ, തൗഹീദ് തെളിയും. അതിന് ഏറ്റവും വലിയ തെളിവാണ് കെ എം മൗലവിയുടെ ഫത്വ. ഇത് ഇപ്പോഴത്തെ കേന്നമാർ പുറത്തിറക്കിയ, അന്ന് മർക്കസ് ദാവയാണെങ്കിലും ഇപ്പൊ കേന്നമാട്ടോ. കേരള നദ്വത്തുൽ മുജാഹിദിന്റെ ഒന്നാമത്തെ പ്രസിഡന്റായ കെ എം മൗലവിയുടെ ഫത്വയിലെ ഒന്നാമത്തെ ഫത്വ എന്താ? ഉറുക്കും മന്ത്രവും ഹോമവും. അപ്പൊ നമുക്കറിയാം ഇത് 3 ശിർക്കാണ് ആണല്ലോ. നമ്മൾ തൗഹീദ് ഇങ്ങനെ പറഞ്ഞു പോയാൽ മതി, ശിർക്കിനെതിരെ ഇങ്ങനെ പ്രസംഗിച്ചാൽ മതി. ജിന്നു സിഹർ നമ്മൾ പറയണ്ട. ഒരു ഐഡിയോളജിക്കൽ ഡിസിപ്ലിൻ. സിഹർ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ടില്ല, അല്ലെങ്കിൽ മിണ്ടില്ല. ഇതാണ്. ഉണ്ടോ ചോദിച്ചാൽ ഉണ്ടില്ല, അല്ലെങ്കിൽ മിണ്ടില്ല. ഉണ്ട് എന്ന് പറഞ്ഞാലും കുടുങ്ങും, ഇല്ല എന്ന് പറഞ്ഞാലും കുടുങ്ങും. അപ്പൊ പൗതി ഉണ്ട്, പൗതില്ല. അതാണ് പനീഫ് കായക്കുടിന്റെ സിഹർ ഉണ്ട് പക്ഷെ ശൈത്താല്ല. പുതിയ കണ്ടുപിടുത്താട്ടോ. സിഹർ ഉണ്ട് പക്ഷെ എന്തില്ല? സിഹറിൽ ശൈത്താല്ല. കെ എം മൗലവിന്റെ ഫത്വ അടക്കം അതൊക്കെ ഔദ്യോഗികമായിട്ട് പറയട്ടെ. ഇവിടെ മുണ്ടരുത് എന്ന് പറയും ചെയ്യും, എന്നാ മുണ്ടും ചെയ്യും. എന്ത് ഡിസിപ്ലിൻ അത്! ഇവിടെ ഒക്കെ സൂചിപ്പിച്ചല്ലോ. അബ്ദുറഹ്മാൻ സലഫി പറയാണ് ഇനി സീറും ചെന്നൊന്നും പറയണ്ടാന്ന്, അതാണ് തീരുമാനം. പക്ഷെ കായക്കൊടി പിന്നെ പുത്തനത്താണിയിൽ പറഞ്ഞു സീറുണ്ട് പക്ഷെ 2 തരാണ്. ഏത്? അത് ജിന്നു സീറും പിന്നെ ശൈത്താനുള്ള സീറ് ശിർക്ക് തന്നെയാണ്. അപ്പൊ മൂവാറ്റുപുഴയിൽ ഹസന് ചോദിച്ചപ്പോഴോ, ഹസന് ചോദിച്ചല്ലോ പിന്നെ ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാണെങ്കിൽ നിങ്ങളും മുശ്രിക്കു തന്നെ. കാരണം നിങ്ങൾ ശിർക്കുണ്ടെന്ന് പിന്നെ സീറുണ്ട് യാഥാർത്ഥ്യം വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ, സീറിൽ പ്രവർത്തിക്കുന്ന ശൈത്താനല്ലേ. അപ്പൊ കായക്കുടി ഉരുണ്ട് ഉരുണ്ട് പറഞ്ഞ എന്താ അറിയോ? സാഹിറിനെ ശൈത്താൻ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല. ആ സാഹിർ ശൈത്താനോട് സഹായം ചോദിച്ചാലാണ് ശിർക്ക്. അപ്പൊ വന്നു ഹസനിന്റെ അടുത്ത ചോദ്യം. അപ്പോൾ അബൗദികമായ പിശാജ് സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല, സഹായം ചോദിച്ചാലേ ശിർക്കാകുള്ളൂ. അപ്പൊ ഞങ്ങൾ മൊയ്തീൻ ഷേഖ് അബൗദികാണെന്നല്ല നിങ്ങളുടെ വാദം. അപ്പൊ അബൗദികമായ മൊയ്തീൻ ഷേഖ് സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല, മൊയ്തീൻ ഷേഖയെ കാക്കണമെന്ന് വിശ്വസിച്ചാലേ ശിർക്കുള്ളൂല്ലേ, മുണ്ടാട്ടല്ല. ഇപ്പൊ ആ മൂവാറ്റുപുഴ മറുപടിയും തിരുത്തി. സുഹൃത്തുക്കളെ, ഇങ്ങനൊരു ഗതികേട് മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ടോ? ഒരു സംവാദത്തിൽ ഔദ്യോഗികമായി കൊണ്ട് പറഞ്ഞ മറുപടി തിരുത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ തൗഹീദ് പറയണമെങ്കിൽ ചിലപ്പോൾ ശൈത്താനും സിഹറൊക്കെ പറയേണ്ടി വരും. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇതാ നോക്കിക്കോളൂ. ഉറുക്കും മന്ത്രവും ഹോമവും. ഉറുക്ക് പറയുമ്പോ എന്തിനാ ശൈത്താനെ പറയണതെന്നല്ലേ കെ എം മൗലവി പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത് ലോകത്താകമാനം ബാധിച്ചിരിക്കുന്ന ശിർക്കിനെ നശിപ്പിക്കാനും തൗഹീദിനെ നിലനിർത്താനുമായിരിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അദൃശ്യ കാര്യങ്ങൾ അറിയുക, രോഗങ്ങളെ ശമിപ്പിക്കുക, പിശാച് ബാധ മുതലായ ആപത്തുകളെ തടയുക, ജനങ്ങളെ ബാധിച്ചിരിക്കുന്ന വിപത്തുകൾ രക്ഷപ്പെടുത്തുക ഇത്യാദി കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ പ്രത്യേക ഗുണങ്ങളിലും അവന്റെ സത്യയിലുള്ള പ്രവർത്തനങ്ങൾ പെട്ടതാണെന്ന് ഖുർആൻ തന്നെ അള്ളാഹു വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഇവിടെ പിശാച് ബാധ എന്ന് പറഞ്ഞാൽ ജിന്ന് ബാധ കെ എം മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. ഇനി ഉറുക്ക് പറഞ്ഞപ്പോൾ പിശാജ്, അത് പിശാജിന്റെ പ്രവൃത്തി തന്നെയാകുന്നു. അവൻ കൈകൊണ്ട് അവൻ പിശാചിന്റെ കണ്ണിൽ കുത്തിക്കൊണ്ടിരിക്കും. അവൻ യഹൂദൻ മന്ത്രിക്കുമ്പോൾ അവൻ പിശാജ് അവനെ വിട്ടുമാറി നിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇത് നീ പറയുന്നത് മാത്രം നിനക്ക് മതിയാകുമായിരുന്നു. എന്നിട്ട് തിവലത്ത് പറയാൻ, അതൊരു പിന്നെ തിവലത്ത് എന്ന് പറഞ്ഞ ഒരു തരം ഉറുക്കാണ്. ഇത് ഒരു വക മാരണ പ്രയോഗമാകുന്നു, അഥവാ സിഹറാകുന്നു.
അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് ഉപദ്രവങ്ങളെ തടുക്കുവാനും ഉപകാരങ്ങളെ സമ്പാദിക്കുവാനും ഇതുമൂലം ജനങ്ങൾക്ക് ഉദ്ദേശിക്കുന്നതുകൊണ്ടാണ് ഇവർ ശിർക്കിൽപ്പെട്ടിരിക്കുന്നത്. ഇനി ഹോമവും മറ്റും ഇതൊക്കെ ഫുള്ള് ജിന്ന് ശൈത്താന് സിഹ്ർ തന്നെയുള്ളൂ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ജാറത്തിൽ പോകുന്ന ഒരാളോട് പറയാണ് ജാറത്തിലൊന്നും പോകരുത്, അവിടെ നിന്നും ഒക്കെ തട്ടിപ്പാണ് വെട്ടിപ്പാണ് എന്ന് പറഞ്ഞാൽ അയാൾ പറയാണ് എനിക്ക് ജാറത്തിൽ പോയിക്കൊണ്ട് കുട്ടിയെ ലഭിച്ചിട്ടുണ്ട്, എൻ്റെ രോഗശമനം മാറിയിട്ടുണ്ട്, എനിക്ക് രോഗശമനം ഉണ്ടായിട്ടുണ്ട്, എത്ര മരുന്നുടിച്ചിട്ടും മാറാത്ത എനിക്ക് മമ്പറത്ത് പോയിട്ട് മാറിയിട്ടുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ മാറി എന്നയാൾ അനുഭവമാണ്. ആ മനുഷ്യന് ശിർക്കിലാന്ന് മുജാഹിദീങ്ങൾക്ക് അറിയാലോ. മമ്പറത്ത് പോയിട്ടെൻ്റെ രോഗം മാറി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ശിർക്കിലാന്നതോ മുജാഹിദീങ്ങൾക്ക് ഒരു തർക്കമില്ലല്ലോ. ഇപ്പത്തെ ഐഡിയോളജിക്കൽ എന്താ പറയാ ഐഡിയോളജിക്കൽ ഡിസിപ്ലിൻ്റെ ആളുകൾക്ക് ഈ ശിർക്കിലുള്ള മനുഷ്യനെ എങ്ങനെ തൗഹീദ് കൊണ്ടുവരാൻ കഴിയുക? ശിർ പറയാൻ പറ്റൂല, ശൈത്താൻ മിണ്ടാൻ പറ്റൂല. നമുക്ക് ധൈര്യമായിക്കൊണ്ട് പറയാം, അത് നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ശൈത്താന്റെ കുതന്ത്രമാണ്, അത് ശൈത്താനാണ് അതിന്റെ ബാക്കിലുള്ളത്, അതുകൊണ്ട് നിങ്ങൾ ശൈത്താന്റെ കെണിയിൽ തൗഹീദിലേക്ക് വന്നോളി. ഇത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ജിന്ന് വേണ്ടേ? ജിന്ന് ശൈത്താനോട് പറയണ്ടേ? അതിനർത്ഥം ജിന്നോന്ന് പറഞ്ഞ് കൊട്ടിപ്പാടലല്ല. തൗഹീദ് പറയുമ്പോൾ ശിർക്കിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകളെ തൗഹീദിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ശിർക്കിന്റെ കെണികൾ പിശാജ് വിരിച്ചിരിക്കുന്ന വലകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അവിടെ പ്രവർത്തിക്കുന്നതിന്റെ പിന്നിൽ ശൈത്താനാണ് എന്ന് പറഞ്ഞു കൊടുത്താല്, ആ ശൈത്താന്റെ കെണികളെ കുറിച്ച് പറഞ്ഞു കൊടുത്താല് അയാളെ ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഐഡിയോളജിക്കൽ ഡിസിപ്ലിന് മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അയാളും ശിർക്കിൽ അങ്ങോട്ട് മരിച്ചു പോകും. ആരാ കുറ്റക്കാര്? ഇവിടെ തൗഹീദ് പറയാനുണ്ടാക്കിയ സംഘടന തൗഹീദ് പറയാൻ പാടില്ല എന്ന് അതൊരു ഐഡിയോളജിക്കൽ ഡിസിപ്ലിനെ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ സുഹൃത്തുക്കളെ മുജാഹിദീങ്ങൾക്ക് അടങ്ങിക്കാൻ പറ്റും. അതിനാ ഈ ആദർശ സമ്മേളനം, ആദർശ വിശദീകരണമൊക്കെ. അതല്ലാതെ ആരെങ്കിലും ഒന്നായിട്ടുണ്ടെങ്കിൽ ഒന്നാകും പൊട്ടിക്കാനില്ല. ഇനി ഒരു മുജാഹിദീങ്ങൾ നിങ്ങൾ പറയില്ല വിസ്ഡം എന്ന് പറഞ്ഞ് ഇപ്പം പിരിച്ചുവിടും, ഇന്ന് നാളെ മറ്റന്നാൾ പിരിഞ്ഞു പോണ കമ്പനിയാണ്. അങ്ങനെ ചില ആളുകൾ ഐക്യണ്ടായി കഴിഞ്ഞപ്പോൾ ചില ആൾക്ക് പറഞ്ഞത് ഒരു മാസമാണ് ഇനി വിസ്ഡത്തിൻ്റെ ആയുസ്, വേണമെങ്കിൽ വേഗതി കയറിക്കോളി, വേഗമായി ഇന്ന് വിട്ടോളി എന്ന്. ആയിക്കോട്ടെ, അങ്ങനെ ഒരു മാസം നിങ്ങൾ ഡേറ്റ് ഇട്ട് അതിൻ്റെ മരണത്തീയതിയും കഫംപുടമൊക്കെ വാങ്ങിച്ച് നിങ്ങൾക്ക് ഞങ്ങളൊരു പരിപാടി നടത്തുമ്പോഴേക്കും എന്താ എത്ര വലിയ ബേജാറ്, നിങ്ങൾ ഐക്യാണ് പൊളിഞ്ഞു പോകുമോ? സുഹൃത്തുക്കളെ, തൗഹീദ് അത് പറയാൻ കഴിയില്ല എന്നുള്ളൊരു തെളിവാണ് ഇവിടെ അഷ്റഫ് സൂചിപ്പിച്ചല്ലോ. എത്ര സ്ഥലത്ത് മുജാഹിദീങ്ങളുടെ തറവാട്ടിൽ വന്നിട്ട് സമസ്തക്കാർ കിടന്ന് നിരങ്ങാണ്, പുളിക്കൽ വന്നിട്ട് ഏരപ്പാക്കി പോയില്ലേ, മലയാളത്തെ ഭാഷ പറഞ്ഞാൽ മിണ്ടാൻ കഴിഞ്ഞു നിങ്ങൾക്ക്. അവിടെയും ഈ തൗഹീദ് അജയ്യമാണ്. ഞങ്ങളുടെ തൗഹീദ് അജയ്യം തന്നെയാണ്. അള്ളാന്റെ തൗഹീദ് ഞങ്ങളുടെ കയ്യിലുള്ളത്, സമസ്തക്കാരുടെ തൗഹീദല്ല. മനസ്സിലായില്ലേ? ആരുടെ മുമ്പിലും ഒരു കാമ ആദർശം മാറ്റി പറയേണ്ട. അള്ളാന്റെ ഖുർആനോടും അബദ്ധങ്ങൾ വരാം വ്യക്തികൾക്ക്, പക്ഷെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ആദർശം തിരുത്തേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഈ രീതിയിൽ തൗഹീദ് വന്നപ്പോൾ സിഹിർ മിണ്ടാൻ പാടില്ല എന്നാ. എന്നാൽ KJU എടുത്ത തീരുമാനത്തിന്റെ കൃത്യമായി കൊണ്ട് പുളിക്കലിൽ നടന്ന, അല്ലെങ്കിൽ KJU ഇടയ്ക്ക് ഇറക്കിയ 2002 ഭിന്നിപ്പുണ്ടായപ്പോൾ KJU ഇറക്കിയ പുസ്തകം ഉണ്ടല്ലോ, റുഖിയ ശറയ്യ എന്ന് പറയുന്ന പുസ്തകം. അതിൽ കൃത്യമായി കൊണ്ട് എഴുതിയിട്ടുണ്ടല്ലോ എന്ത്? സിഹിർ ബാധ യാഥാർത്ഥ്യമാണ്, അത് പ്രമാണബദ്ധമാണ് എന്ന് നിങ്ങൾക്ക് കേൾക്കണോ? ഈ ഐക്യത്തിന് ശേഷം ഇറങ്ങിയ ശബാബിൽ അബ്ദുസ്സലാം സുലമി കൃത്യമായി കൊണ്ട്, അബ്ദുസ്സലാം സുലമി എന്ന് പറയുന്ന KNM നേതാവ്, KNMന്റെ പ്രസിദ്ധീകരണമായ ശബാബ് വാരികയിൽ കൃത്യമായി കൊണ്ടെഴുതി എന്ത്? മദീനയിൽ ഒരു ജൂതൻ സിഹിർ ചെയ്താൽ അത് ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാകുന്നു. അതേ മാസത്തിൽ ഇറങ്ങിയ KNMന്റെ മറ്റൊരു പ്രസിദ്ധീകരണമായ അൽമനാറിൽ പറയുന്നു അത് തൗഹീദാണ്. തൗഹീദിന്റെ ബാലപാഠം വിശദീകരിച്ചപ്പോഴാണ് സിഹിർ പറഞ്ഞത്. അപ്പൊ ഇന്നൊരു കാര്യം കൂടി മനസ്സിലാക്കുക, എന്ത്? തൗഹീദുമായി കൊണ്ട് സിഹിറിന് ബന്ധമുണ്ട്. ഇതാ അൽമനാറിന്റെ 2016 ഡിസംബറിൽ ഇറങ്ങിയതിൽ കാണാം സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്. എന്നാൽ 2016 ഡിസംബർ 23 ഇറങ്ങിയ ശബാബിൽ കാണാം അദൃശ്യനായ മനുഷ്യനോട് മാധ്യമമില്ലാതെ അദൃശ്യതനിക്ക് സഹായം ചോദിക്കുക ശിർക്കാണ്. മദീനയിലുള്ള ഒരു ജൂതൻ സിഹിർ ചെയ്തോ മാധ്യമമില്ലാതെയോ മറ്റോ നിരക്കോ നബി ഉപദ്രവിക്കുന്നു ഭയപ്പെട്ടാൽ ശിർക്കാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ KNM ഇപ്പോഴും ശിർക്കിൽ തന്നെയാണ്. മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ? അതാണ് അബ്ദുസ്സലാം സുല്ലമി എന്ന് പറയുന്ന ആള് പറഞ്ഞത് മൗലവി വിഭാഗം മുശ്രിക്കുകളാണ്. ആ വാദം ഐക്യപ്പെടുമ്പോൾ
ഒന്നെങ്കിലും സുഹൃത്തുക്കൾ ആത്മാർത്ഥമുണ്ടോ ചോദിക്കണ്ടേ? അല്ല സുല്ലമി, നിങ്ങൾ ഞങ്ങളെപ്പറ്റി മുശ്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതെങ്കിലും നിങ്ങൾ തിരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കണ്ടേ? അതെങ്കിലും, വേറെ ഒന്നും തിരുത്തണ്ട. ഞാൻ KNM പറ്റി മൗലവി ഭാഗം എന്ന് പറഞ്ഞാൽ ആരാ മൗലവി? ഏത് മൗലവിയാണ്? AP അബ്ദുൽ ഖാദർ മൗലവി റഹ്മഹുല്ലാ. അദ്ദേഹത്തെ പറ്റിയാ പറഞ്ഞത് AP മുശ്രിക്കാണ്. ആ AP മുശ്രിക്കാണ് എന്ന് AP മരിക്കണത് വരെ തിരുത്തിയിട്ടില്ല. ഇനി മരിച്ചതിന് ശേഷം തിരുത്തി പറഞ്ഞു, അതും തിരുത്തിയിട്ടില്ല. എന്നിട്ട് ഐക്യപ്പെട്ട APയുടെ സുഹൃത്തുക്കളെ APയോട് ചെയ്യുന്ന ക്രൂരതല്ലത് അല്ലേ? APയോട് ചെയ്യുന്ന ക്രൂരതല്ലത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഈ രീതിയിൽ എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന് ആദർശപരമായ ഒരു നിലപാടുണ്ട്. അത് സിഹിറിന്റെ വിഷയത്തിലുമുണ്ട്. അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ കൃത്യമായി കൊണ്ട് KNM അത് പ്രസിദ്ധീകരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. കേട്ടോളൂ, എന്താണ് KNMന്റെ ആദർശം? ഒറിജിനൽ KNMന്റെ അഥവാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം ഉൾക്കൊള്ളുന്ന KNMന്റെ അതാരാണ് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. സിഹിറിനു യാഥാർത്ഥ്യമില്ല, ഗുണമായോ ദോഷമായോ ഉള്ള എന്തെങ്കിലും ഫലമുണ്ടാക്കുന്ന തരത്തിൽ ഒരു സിഹിറുമില്ല. കേവലം മനുഷ്യരെ പകിട്ടാക്കുന്ന ചില ചെപ്പട വിദ്യകൾക്ക് മാത്രം പറയുന്ന പേരാണ് സിഹിർ എന്നിങ്ങനെയുള്ള ചില അഭിപ്രായങ്ങൾ ഇപ്പോഴുമുണ്ട്. മുഅ്തസില വിഭാഗക്കാരിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. വിശദാംശങ്ങളിൽ കുറച്ചൊക്കെ സത്യമുണ്ടെങ്കിലും മൊത്തത്തിൽ ഈ അഭിപ്രായം ഖുർആനും നബിവചനങ്ങൾക്കും എതിരാകുന്നു. എന്ത്? സിഹിറിന് യാഥാർത്ഥ്യമില്ല എന്ന വാദം ഖുർആനിനെതിരാണ്. ആ ഖുർആനിനെതിരാണെന്ന് പറഞ്ഞ ആളെ നമ്മൾ സംഘടനയ്ക്ക് നിരുപാധികം എടുത്തു. എന്നിട്ട് പറയാണ് അമാനെ മൗലവി പറഞ്ഞത് മിണ്ടാൻ പാടില്ല. നീ സുഹൃത്തുക്കളെ, ഇത് ഐക്യാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്വന്തം ഭൂതകാലത്തെ പേടിക്കുന്ന ഒരവസ്ഥ മുജാഹിദീങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. പറഞ്ഞതിന് പേടിക്കുക, അതൊന്നും മിണ്ടാൻ പാടില്ല. എന്താ കടപ്പുറത്ത് അനസ് മൗലവി അഡ്വാൻസായി പറഞ്ഞിട്ടത്? ഇനി ജാഹിലിയത്തിൽ ഔസിന്റെയും ഖസ്റജിന്റെയും ഇടയിൽ നടന്ന ജാഹിലിയത്തിന്റെ ചർച്ചകൾ വീണ്ടും അത് കൊണ്ടുവരുന്ന ചില ശാസുമാരുണ്ടാകും ഇവിടെ. അതുകൊണ്ട് അവരെ സൂക്ഷിക്കണം. നമ്മൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ 14 കൊല്ലം മുജാഹിദീങ്ങൾ ജാഹിലിയത്തായിരുന്നില്ല. പക്ഷെ അവരെഴുതിയിട്ടുണ്ട് 14 കൊല്ലക്കാലം മുജാഹിദീകൾ ഇരുട്ടിലായിരുന്നു. ഐക്യ ശബാബിൽ എഴുതി വിട്ടിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ നല്ല പ്രകാശത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കുതിക്കുകയായിരുന്നു മുജാഹിദീങ്ങൾ. സാൽവേഷനും അതുപോലെ തന്നെ ഡോർ ടു ഡോറും പീസ് റേഡിയോയും നേർപ്പദവും ഇങ്ങനെ പ്രകാശം ലോകത്തിന്റെ കേരളത്തിന്റെ മൂലകളിലേക്ക് ഓരോ വീട്ടിലേക്കും പ്രകാശം എത്തിക്കുന്ന തിരക്കിലായിരുന്നു. അപ്പൊ കുറച്ചാൾക്കാർ ഇരുട്ടിക്ക് പോയിട്ടുണ്ട്, അത് ശരി തന്നെയാണ്. ഹദീസുകളെ നിഷേധിച്ച് അവസാനം ചേകനൂർ മൗലവി വരെ നവോത്ഥാന നായകരാണെന്ന് പറയുന്ന കൂരിരുട്ടിലേക്ക് ചില നേതാക്കന്മാർ പോയി. അതിനും തിരിച്ചു വരണം. അപ്പൊ സിഹിറിന് ഹഖീഖത്തുണ്ട് എന്ന് പറയാൻ പിശാചും അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത അബോധിക ശക്തികളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് സാധ്യമല്ല. സിഹിറിന്റെ ഹദീസിനെ നിഷേധിക്കുന്ന ആളുകളോട് മഹാനായ ഉമർ മൗലവി റഹ്മത്തുള്ളാഹി പറഞ്ഞ വാചകം എന്താണെന്നറിയോ? അത് ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കാം. ആരോ മാരണം ചെയ്തിട്ട് ചിത്തഭ്രമം സംഭവിച്ച ഒരാളാണിവർ. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു നടക്കുന്നത്. അതല്ലാതെ യാതൊരു കുഴപ്പവും ഉണ്ടാക്കുവാൻ കാരണമില്ല എന്നവർ പറഞ്ഞു. അവിടെ ആ പറച്ചിൽ വലിയ അക്രമമാണ്. ഇവിടെ ഒരു കാര്യം ഉണർത്താനുണ്ട്. ബുഖാരിയിൽ കള്ള ഹദീസ് ഉണ്ടെന്ന് ആരോപിക്കുന്ന ഒരു കൂട്ടർ പറയുന്നു, ഒരു യഹൂദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്റു ചെയ്തു എന്ന് ബുഖാരിയിൽ ഹദീസ് ഉണ്ട്. ഇത് ഈ ആയത്തിനെതിരാണ്. സൂറത്ത് ഫുർഖാന്റെ വിശദീകരണത്തിലാണ് വിഷയം. അതുകൊണ്ട് ഇവിടെ ഒരു കുഴപ്പവുമില്ല. സിഹ്ർ ബാധിച്ച ആളെ എന്നാണ് താന്തോതികൾ പറഞ്ഞത്. ഇനി ഹദീസിലുള്ളത് എന്താണെന്ന് ശരിക്ക് പരിശോധിച്ചാൽ ഒരാൾ സിഹ്ർ ചെയ്തു, വൈകാതെ തന്നെ അള്ളാഹു രക്ഷിച്ചു എന്നാണ് ചുരുക്കം. അത് നിഷേധിക്കേണ്ട കാര്യമെന്ത്? ഉമർ മൗലവി ചോദിക്കാൻ, അത് നിഷേധിക്കേണ്ട കാര്യമെന്ത്? അത് സഹീഹുൽ ബുഖാരിയിൽ അതുകൊണ്ട് സഹീഹുൽ ബുഖാരിയിൽ കള്ള ഹദീസ് കുടുങ്ങിപ്പോയിട്ടുണ്ടെന്ന് വാദിക്കുന്നവർ വല്ലാതെ പുളകം കൊള്ളേണ്ടതില്ല. ഉമർ മൗലവിന്റെ തർജുമാൽ ഖുർആൻ കൃത്യമായിട്ട് പറയാം. അപ്പൊ സഹോദരങ്ങളെ, ഖുർആനിലും സുന്നത്തിലും അള്ളയും റസൂലും പഠിപ്പിച്ച പല കാര്യങ്ങളും ഈ KNM നേതാവിന്റെ അബദ്ധമായ തൗഹീദ് കൊണ്ട് ഇല്ല എന്ന് പറയേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ, 2 കാര്യം പറഞ്ഞു. ഒന്ന് മലക്കുകൾ ഇറങ്ങിയ കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആനിലും അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും വന്ന സിഹറുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയമാണ്. നിങ്ങൾക്കറിയാലോ, മുസ്ലിമീങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്ന കാര്യമാണ് സംസമിന് മഹത്വം ഉണ്ടെന്ന്. അപ്പോൾ ചില ആളുകൾ പറഞ്ഞത് വെച്ചാൽ ഞങ്ങളൊക്കെ ഹജ്ജിന് പോകുമ്പോൾ സംസം കൊണ്ടുവരലുണ്ടല്ലോ.
എവിടുന്നോ വയനാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കുകയാണ് ഇപ്പോൾ. ഞങ്ങളൊക്കെ ഹജ്ജിന് പോകുമ്പോൾ സംസം വെള്ളം കൊണ്ടുവരുന്നുണ്ടല്ലോ, ഞങ്ങൾ ആരോട് സംസം വെള്ളം കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുമില്ല. പിന്നെ മഹാപണ്ഡിതനായ അബ്ദുസ്സലാം സുല്ലമിയെ സംബന്ധിച്ച് വെറുതെ പറയാണ്, അയാൾ സംസമിനൊന്നും നിഷേധിച്ചിട്ടൊന്നുമില്ല, വെറുതെ ഒരു പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. അയാൾ മഹാപണ്ഡിതനാണ്, വലിയ ആളാണ്. എന്നാൽ ആ മഹാപണ്ഡിതനായ വ്യക്തിത്വം, നമ്മൾ ഒരു വ്യക്തിയോടും ആദർശ വിരോധം നമുക്കില്ല. അബ്ദുസ്സലാം സുല്ലമിയും തൗഹീദ് മനസ്സിലാക്കി തൗഹീദ് തെറ്റൊക്കെ തിരുത്തി ആദർശത്തിലേക്ക് നമുക്കൊക്കെ ഐക്യപ്പെടണം. അബ്ദുസ്സലാം സുല്ലമിക്ക് അദ്ദേഹത്തിൻ്റെതായ കഴിവുകളുണ്ട്. ആ കഴിവുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉപയോഗപ്പെടുത്താം. തൗഹീദ് ശരിയാകണം, ഹദീസ് നിഷേധം മാറ്റണം, അപ്പോഴേ ഐക്യപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ഇവിടെ സംസം മുജാഹിദ് പ്രസ്ഥാനമല്ല, ലോകത്ത് മുസ്ലിങ്ങൾക്ക് തർക്കമില്ലാത്ത വിഷയമാണ് സംസമിന് മഹത്വമുണ്ടെന്ന്. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ആ ക്ലിപ്പ് ഞാൻ ഇവിടെ ഇടാൻ പോവാണ്. ആ ക്ലിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അദ്ദേഹം പറയുന്നത് മാഉ സംസം ലിമാ ശുരിബ ലഹു എന്ന ഹദീസ് ഉണ്ട്. ആ ഹദീസ് ജൂതന്മാർ കെട്ടിയുണ്ടാക്കിയ ഹദീസാണ്. എന്ത്? മാഉ സംസം ലിമാ ശുരിബ ലഹു എന്ന് പറഞ്ഞാൽ സംസം വെള്ളം എന്തിനു വേണ്ടിയാണോ കുടിക്കപ്പെടുന്നത് അതിനു വേണ്ടിയിട്ടുള്ളതാകുന്നു. ഈ ഹദീസ് മുസ്ലിം ലോകത്ത് തർക്കമല്ലോ, ഞാൻ ശേഷം വിശദീകരിക്കാം. പക്ഷെ ഇദ്ദേഹം പറയുന്നത് ജൂതന്മാർ കെട്ടിയുണ്ടാക്കിയ ഹദീസാണ്. അത് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ട് കളവ്. ഒന്ന് ജൂതന്മാർ കെട്ടിയുണ്ടാക്കി എന്നുള്ള കളവാണ്, റസൂല പറഞ്ഞ ഹദീസാണത്. അൽബാനി അത് കള്ള ഹദീസാന്ന് പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ കളവ്. ഇനി കേട്ടോളൂ, ഈ മുസ്ലിയാക്കന്മാർ ഇത് പ്രചരിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാർ കൂടി കേൾക്കാൻ, അവിടെ സംസാരം കൊണ്ട് തെറ്റിദ്ധരിച്ച ആൾ കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഇടാണ്. കഴിഞ്ഞ ആഴ്ച സംശയം ചോദിച്ചത്, പ്രവാചകൻ ഈ സംസം വെള്ളം എല്ലാ രോഗത്തിലുള്ള ശമനാണെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് നബി ആരാണ് എന്നാണ്. അള്ളാഹ് പറഞ്ഞ പ്രവാചകന് ഒരു മതവിഷയം പറയുകയാണെങ്കിൽ അള്ളാഹിന്റെ ദിവ്യ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലേ പറയുള്ളൂ എന്നാണ്. അങ്ങനത്തെ ഒരു പ്രവാചകനും ഒരിക്കലും അനുഭവജ്ഞാനത്തിന് വരെ എതിരായൊരു സംഗതി പ്രവാചകൻ പറയുമോ? ഒരിക്കലും പ്രവാചകൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു ഹദീസ് ഇമാം ദാറഖുത്നി ഹാക്കിം ഉദ്ധരിച്ചിട്ടുണ്ട്, മാഉ സംസം ലിമാ ശുരിബ ലഹു. ഏത് രോഗം, ഇപ്പൊ ക്യാൻസർ ആവട്ടെ, അത് മാറണമെന്നാണ് വിചാരിച്ചിട്ട് ആ സംസം കുടിച്ചാൽ സംസം മാറും. എയ്ഡ്സ് രോഗമാവട്ടെ, അത് അവിടെ മാറണമെന്ന് വിചാരിച്ചെങ്ങാണ്ട് സംസം കുടിച്ചാൽ മാറുന്നാണ്. എന്തിനും നമ്മൾ ഉദ്ദേശിച്ചാണ് കുടിച്ചാൽ അതിന് സിദ്ധി കിട്ടുമെന്ന് പറഞ്ഞ ഹദീസ് ഉണ്ട്. ആ ഹദീസിനെ കുറിച്ച് ഗൾഫിലെ ഷെയ്ഖായ അൽബാനി വരെ പറഞ്ഞത് മൗലൂ എന്നാണ്. മൗലൂ എന്നാണ് മനുഷ്യ നിർമ്മിത, ലൈഫിനേക്കാൾ കുറച്ച് ഗൗരവമാണ്. അത് ഇസ്ലാമിനെ വികൃതമാക്കാൻ വേണ്ടി, ഇസ്ലാമിനെ മുസ്ലിങ്ങളെ ചതിക്കാൻ വേണ്ടി. കാരണം ഈ ഹദീസ് അങ്ങനെയാണ്, ഈ മുസ്ലിങ്ങൾ സ്നേഹിതന്മാരെ ചികിത്സ ചെയ്യാതെ ഈ വെള്ളം കുടിച്ചിരിക്കൂലേ, അങ്ങനെ മുസ്ലിങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഏതൊരു ജൂതന്, ഏതൊരു മനുഷ്യനെ കെട്ടിയുണ്ടാക്കിയ ഹദീസാണ്, മൗലൂ ഹദീസാണെന്ന് അൽബാനി വരെ ഈ ഹദീസിനെ കുറിച്ച് വ്യക്തമായിട്ട് വിധി പറഞ്ഞിട്ടുണ്ട്. അത് ദുർബല ഹദീസ ഇറോ എന്ന അദ്ദേഹത്തിന്റെ കിതാബിലും അഹദീസ് ലൈഫ് എന്ന കിതാബിലെല്ലാം തന്നെ ആ ഹദീസ് ഒരിക്കലും നബി പറഞ്ഞതല്ല, മനുഷ്യ നിർമ്മിതാന്ന് പറഞ്ഞു. ഇനി നിർമ്മിതമാണതിന് ഏറ്റവും വലിയ തെളിവ് കഴിഞ്ഞ കുത്തുബി പറഞ്ഞു. കാരണം പ്രവാചകന്റെ ജീവിതത്തിൽ ഒറ്റ സംഭവം വരെ എല്ലാ സ്നേഹിതന്മാർ രോഗിക്ക്, ഏതെങ്കിലും രോഗിക്ക് നബി സംസം കൊടുക്കാൻ പറഞ്ഞത്. നേരെമായി ധാരാളം ഹദീസ് കാണാൻ നബി തേൻ കൊടുക്കാൻ പറഞ്ഞതും കരിഞ്ജീരകം കൊടുക്കാൻ പറഞ്ഞതും സുന്നാമാക്കി കഴിക്കാനും ഒക്കെ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ പ്രവാചകൻ ഞാൻ പറഞ്ഞ ജൂത ഡോക്ടർ വരെ ഉണ്ടായിരുന്നു. അപ്പൊ സംസം കൊണ്ടെല്ലാം മാറിപ്പിഞ്ഞ് മക്കത്തും മദീനത്തൊക്കെ എത്ര ആസ്പത്രി ഉണ്ട്. ഇനി പ്രത്യേകിച്ച് ഹറമിൽ വരെ എഴുതിയത് കാണും, സംസം തണുത്ത സംസം കുടിക്കുന്നത് ഒഴിവാക്കുക. അത് കുടിച്ചിട്ട് ചിലർക്ക് കൊരയൊക്കെ ഉണ്ട്, ഹറമിന്റെ പള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ കുറച്ചും കൊണ്ട് കുത്തിയിരിക്കും. കാരണം ഇതിങ്ങനെ തണുത്തത് കുടിച്ചിട്ട് ജലദോഷമൊക്കെ ഉണ്ടാകുകയാണ്. അപ്പൊ അവിടെ തന്നെ മക്കത്തും മദീനത്തൊന്നും ആസ്പത്രിയൊന്നും ആവശ്യമില്ലല്ലോ. ഇനി ഈ പറയുന്ന ആളുകൾ വരെ അലോപ്പതി ആസ്പത്രിയൊക്കെ നടത്തുന്നുണ്ട്, ഹോമിയോപ്പതി വരെ നടത്തുന്നുണ്ട്, അലോപ്പതി നടത്തുന്നുണ്ട്, ആയുർവേദിക് നടത്തുന്നുണ്ട്. പക്ഷേ ഈ ഹദീസ് സഹിയ എന്ന് പറഞ്ഞവര് അവരെങ്കിലും ഇത് പ്രായോഗികമാക്കണ്ടേ? അവരുടെ ഏതെങ്കിലും ആസ്പത്രിയിൽ സംസം വെള്ളം കൊണ്ടു വെച്ചിട്ടുണ്ടോ? ഇന്ന് രോഗികൾ വരുമ്പോൾ ആ വെള്ളം കൊടുക്കുന്നുണ്ടോ? അപ്പൊ അതൊരു മനുഷ്യനിർമ്മിതമായ ഹദീസാണ്. അത് മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയതാണ്. അത് പണ്ഡിതന്മാർ, ഹദീസ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയതുമാണ്. കേട്ടില്ല? മാഉ സംസം ലിമാ ശുരിബ ലഹു, സംസം വെള്ളം എന്തിനു വേണ്ടിയാണ് കുടിക്കപ്പെട്ടത്, ആ കുടിക്കപ്പെട്ടത് അതിനു വേണ്ടിയാണ് എന്ന് പറയുന്ന ഹദീസ് ജൂതന്മാർ കെട്ടിയുണ്ടാക്കിയതാണ്. അത് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി തന്റെ ഇർവാഉൽ അലീൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പൊന്നു മുഅ്മിനീങ്ങളെ, ഇദ്ദേഹം രണ്ട് വലിയ കളവുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്.
ഒന്ന്, അത് ജൂതന്മാർ കെട്ടിയുണ്ടാക്കിയതല്ല. ലോകത്ത് ഈ ഹദീസ് കൈകാര്യം ചെയ്തിട്ടുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരുണ്ട്. അവർ ആരും ഈ ഹദീസിനെ സംബന്ധിച്ച് മൗദൂ എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ഈ മാഉ സംസം ലിമാ ശുരിബലോ എന്ന വിഷയത്തിൽ മാത്രം ഇബ്നു ഹജർ അസ്ഖലാനിക്ക് ഒരു കിതാബ് തന്നെയുണ്ട്. ഈ ഹദീസ് വിശദീകരിക്കാൻ മാത്രം കിതാബ് എഴുതിയ പണ്ഡിതനാണ് ഇബ്നു ഹജർ അസ്ഖലാനി. ഹാഫിദുദ് ദുനിയ, ഫത്ഹുൽ ബാരി, അഥവാ ബുഖാരിക്ക് ഏറ്റവും വലിയ ശർഹ് എഴുതിയ പിന്നെ ഫത്ഹുൽ ബാരിയുടെ കർത്താവ് ഇബ്നു ഹജർ അസ്ഖലാനി. അദ്ദേഹത്തിന് ഈ ഹദീസ് മാത്രം വിശദീകരിക്കാൻ കിതാബുണ്ട്. അത് എവിടെയും പറഞ്ഞിട്ടില്ല മൗദൂ ആണ്. ഇനിയോ ഇദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയണില്ല. അതാണ് നമ്മൾ ഇന്ന് ഇശാ നമസ്കാരത്തിന് കേട്ടൊരു ആയത്തിന്റെ സൂറത്ത് മുഹമ്മദിലെ ذَلِكَ بِأَنَّهُمْ كَرِهُوا مَا أَنزَلَ اللَّهُ. ഇവർക്ക് ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും പറ്റിയ കുഴപ്പമെന്നറിയോ? ذَلِكَ بِأَنَّهُمْ كَرِهُوا مَا أَنزَلَ اللَّهُ. അള്ളാഹു ഇറക്കിയതിനോട് അവർ വെറുപ്പ് കാണിക്കുന്നു. فَأَحْبَطَ اللَّهُ أَعْمَالَهُمْ. അപ്പോൾ അള്ളാഹു അവരുടെ അമലുകളെ ബാത്തിലാക്കി കളയും. ഇന്ന് ഇശാ നമസ്കാരത്തിൽ നമ്മൾ കേട്ട ആയത്താണ്. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇറക്കിയൊരു കാര്യം, റസൂല പറഞ്ഞൊരു കാര്യത്തിന് വെറുപ്പാണ് ഞങ്ങൾക്ക്. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ആ ഹദീസിനെ മൗദൂ ആക്കി. എന്നിട്ട് ഇയാൾ പറഞ്ഞൊരു കളവെന്താണെന്നറിയാം ഞങ്ങൾക്ക് സഹോദരങ്ങൾ, ഇതൊന്നും ഒരു വ്യക്തിയെ ആക്ഷേപിക്കാൻ അദ്ദേഹത്തെ കുറച്ചാക്കി കാണിക്കാനല്ല. അദ്ദേഹം പറഞ്ഞു ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി മൗദൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെയുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് പോയിട്ട് ഇർവാഉൽ ഖലീൽ എടുത്തു നോക്കി. ഇർവാഉൽ ഖലീലിൽ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി മാഉ സംസം ലിമാ ശുരിബ ലഹു എന്ന് പറയുന്ന ഹദീസ്, അത് പറയുന്ന ഹദീസ് മൗദൂ ആണെന്ന് കാണിക്കാൻ സുഹൃത്തുക്കളെ ഇലാ യൗമുൽ ഖിയാമ സാധ്യല്ല. അൽബാനി പറഞ്ഞിട്ടില്ല. അൽബാനിയുടെ ഇർവാഉൽ ഖലീലിൽ 1123 ഹദീസ് കേട്ടോളൂ. മാഉ സംസം ലിമാ ശുരിബ ലഹു ഖാല സ്വഹീഹുൻ. അൽബാനിന്റെ അടിക്കുറിപ്പ് എന്താണ്? സ്വഹീഹുൻ. നമ്പർ എഴുതി വെച്ചോളി. 1123 ഇർവാഉൽ ഖലീൽ. 1124 ഹദീസ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅ ബിസിജില്ലിൻ മിൻ മാഇ സംസം ഫശരിബ മിൻഹു വതവല്ലഅ. റസൂലുള്ളാഹി ഒരു പാത്രത്തിൽ വെള്ളം സംസം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അതിൽ നിന്ന് വുളു എടുത്തു. എന്നിട്ട് അതിൽ നിന്ന് കുടിക്കുകയും ചെയ്തു. അൽബാനി പറഞ്ഞു ഹസൻ. എന്നാൽ ഇമാം ദാറഖുത്നി ഉദ്ധരിച്ചൊരു ഹദീസുണ്ട്. ആ ഹദീസിന്റെ പകുതിയിൽ അഥവാ 90% വരുന്ന ഭാഗവും മൗദൂ ആണ്. ആരോ കെട്ടിയുണ്ടാക്കിയ ഹദീസാണ്. ആ കെട്ടിയുണ്ടാക്കിയ ഹദീസിന്റെ കൂട്ടത്തിൽ ഒരു വാചകം മാഉ സംസം ലിമാ ശുരിബ ലഹു എന്ന് വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് അൽബാനി മൗദൂ എന്ന് പറഞ്ഞു. എന്ന് തൊട്ടുടനെ പറഞ്ഞു വബിൽ ജുംലത്തി ഇന്നൽ ഹദീസ ബിസിയാദത്തി ലത്തി ഇൻദ ദാറഖുത്നി മൗദൂഉൻ. ഈ ഹദീസിനെ ഞാൻ മൗദൂ എന്ന് പറയുന്നത് മാഉ സംസം ലിമാ ശുരിബ ലഹു എന്ന് പറയുന്ന ഭാഗത്തെ പറ്റിയല്ല കേട്ടോ. മാഉ സംസം ലിമാ ശുരിബ ലഹു എന്ന് പറയുന്ന ഭാഗത്തെ പറ്റിയല്ല. നേരെ മറിച്ച് അതിനുശേഷം വന്ന ആ ഹദീസിൽ തന്നെ അതിനുശേഷം വന്ന ദാറഖുത്നിയുടെ ചില റിവായത്തുകൾ വന്ന വാക്കുകളുണ്ട്. അതേതാണ്? ഇൻ തശ്റബഹു തശ്ഖസ് ബിഹി ശഫാകല്ലാഹ് വഇൻ ശരിബതഹു യുശ്ബിഉക അശ്ബഅകല്ലാഹു ബിഹി വഇൻ ശരിബതഹു ലഖതഅ ലംഅക ഖതഅല്ലാഹു വഹിയ അസ്മതു ജിബ്രീൽ വസഖായ ഇസ്മാഈൽ എന്ന് പറയുന്ന ഭാഗം അത് മൗദൂ ആണ്. മാഉ സംസം ലിമാ ശുരിബ ലഹു എന്നുള്ള ഹദീസ് മൗദൂ ആണ്. ലോകത്ത് അൽബാനിയുടെ ഒരു കിതാബിലും ഇല്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചു എന്തിനാണ് ഈ കളവ് പറയണത്? എന്നിട്ട് ചില മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കാണ് ഞാൻ സംസം കൊണ്ടുവരാൻ വേണ്ടി പറയലുണ്ട് ആൾക്കാരോട്. അതുകൊണ്ട് കാര്യമുണ്ടോ? ഇത് ഈ അടുത്ത ഖുത്ബയാണിത്. വെള്ളിയാഴ്ച വദു കൊടുത്ത് ഖിബ്ലക്ക് നേരെ തിരിഞ്ഞിരുന്ന് മനുഷ്യന്മാർ ദീന് കേൾക്കുമ്പോ അള്ളാന്റെ റസൂലുള്ളാന്റെ ഹദീസ് പച്ചക്ക് കളവ് പറഞ്ഞിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ. എന്നിട്ട് ഐക്യപ്പെട്ട ആളുകൾ ഇത് തിരുത്തിച്ചോ? സുഹൃത്തുക്കളെ, ഈ മണ്ടയ്ക്ക് തിരുത്തണ്ടേ? സംസം വെള്ളത്തിന് ഞാൻ സംസം കൊണ്ടുവരേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ ഖുത്ബ കേട്ട ആളുകൾ ഇനി സംസം ഹജ്ജിന് പോകുമ്പോൾ കൊണ്ടുവരോ? അത് തിരുത്തി കൊടുക്കണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയത് ചില്ലറ വിഷയമാണോ? അള്ളാന്റെ റസൂലുള്ളാന്റെ ഹബീബ് വഹീന്റെ അടിസ്ഥാനത്തിൽ പറയാ മാഉ സംസം ലിമാ ശുരിബ ലഹു. എന്നിട്ട് ഇയാൾ പറഞ്ഞെന്താ? ഹറമിൽ കുത്തിരിക്കുന്ന ആളുകള് തണുത്ത സംസം കുടിച്ചൊരു ജലദോഷം പിടിക്കണില്ലേ? വലിയ കാര്യമായി പോയി. അത് സംസമിന്റെ കുഴപ്പമല്ല സുല്ലമി, അത് തണുപ്പിന്റെ കുഴപ്പാ.
അതിന് സംസം അല്ലെങ്കിൽ തണുത്ത വെള്ളം ഐസിൻ്റെ വെള്ളം കുടിച്ചാലും അതിന് വെന്ത് കുടിച്ചാലും തണുപ്പുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ജലദോഷം പിടിക്കും. ഇനി വേറെ ഹിക്മത്ത് എന്താ ഇവർ പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ ഇവർ ഹോസ്പിറ്റൽ നടത്തുന്നില്ലേ? ഹോസ്പിറ്റലിൽ ഇവർ സംസം വെക്കുന്നുണ്ടോന്നാ. ഇതിനാണ് പച്ച മലയാളത്തിൽ പറഞ്ഞ പോഴത്തെന്ന് പറയാം. മനസ്സിലായോ? അല്ലെങ്കിൽ വിവരക്കേട് എന്ന് പറയും. അത്രയും ഒരു മനുഷ്യരെ സംബന്ധിച്ച് അങ്ങനെ പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ വെച്ചാൽ, നിങ്ങൾക്ക് എന്ത് രോഗം വന്നാലും ഒന്നും ചികിത്സിക്കാതെ സംസം കുടിച്ച് കുത്തിരുന്നോളി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെ ഖുർആനിലുള്ളതാണല്ലോ ദവയാണ്, പിന്നെ തേൻ ഫീ ശിഫാഉൻ ലിന്നാസ്, ജനങ്ങൾക്ക് ശിഫുണ്ട്, അത് ആ ശമനമുണ്ടെന്ന് അള്ളാഹിൻ്റെ ഖുർആൻ തേനിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനർത്ഥം എന്ത് വന്നാലും തേൻ കുടിക്കണം എന്നാണോ? ശിഫ വേറെ, ദവ വേറെ. അതൊക്കെ ശരിക്കും പഠിച്ചോളി. ദവ എന്ന് പറഞ്ഞാൽ ഒരു രോഗത്തിന് കൊടുക്കുന്ന മരുന്നാണ്. ഇപ്പൊ പനി വന്നാൽ നമ്മൾ പാരസിറ്റമോൾ കുടിക്കും, അത് ദവയാണ്. എന്നാൽ പനി വന്നാൽ നമുക്ക് സംസം കുടിക്കാം, അത് നമുക്ക് ശിഫയാണ്. ഇനി പനി ഇല്ലെങ്കിൽ നമുക്ക് സംസം കുടിക്കാം, അപ്പോഴും നമുക്ക് ശിഫയാണ്. മനസ്സിലായോ? അപ്പൊ ദവ എന്ന് പറഞ്ഞാൽ ഗുളിക. റസൂൽ പറഞ്ഞു, ഇതാ നിങ്ങൾ രോഗം വന്നാൽ തദാവോ, ഈ സംസമിന് ബർക്കത്തുണ്ട് എന്ന് പഠിപ്പിച്ച റസൂൽ തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ രോഗം വന്നാൽ ചികിത്സിച്ചുകൊള്ളൂ എന്ന്. റസൂൽ മരിക്കാൻ കിടക്കുന്ന സമയത്ത് റസൂലൊക്കെ നല്ല കയ്പുള്ള കഷായ സഹാബത്ത് കൊടുത്തത്. അതെന്താ? അവിടെ സംസമില്ലാഞ്ഞിട്ടല്ല, അതാണ് രോഗത്തിന് മരുന്ന് വേറെ, ശിഫ വേറെ. സംസം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലൊക്കെ പൊളിച്ചിന് സംസമിന്റെ ബോട്ടിൽ സ്ഥാപിക്കുന്ന പറഞ്ഞാൽ പൊട്ടപ്പോയത്ത സുഹൃത്തുക്കളെ, അതല്ല റസൂല പറഞ്ഞത്. ഈ പൊട്ടപ്പോയത്തം പറഞ്ഞിട്ട് അള്ളാന്റെ ഹബീബ് പറഞ്ഞൊരു കാര്യത്തെ നിഷേധിക്കുക, എന്നിട്ട് അതിനെ ന്യായീകരിക്കുക, ഒന്നും അറിയാതെ ന്യായീകരിക്കുക. സുഹൃത്തുക്കളുടെ അപകടമാണ് ഇത്. തിരുത്തിയെന്ന് മുജാഹിദീങ്ങൾ ചോദിക്കുമ്പോൾ എന്താ അതിന് മറുപടി? നിങ്ങൾ അങ്ങനല്ലേ ഇങ്ങനല്ലേ, അതൊന്നും മറുപടിയില്ല. സുഹൃത്തുക്കളെ, ഇത് ആദർശത്തിന്റെ വിഷയമാണ് അല്ലേ? ഇത് കഴിഞ്ഞോ? ഇത് ഇവിടെ മാത്രമല്ല, KNMന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം ഇപ്പോൾ മാറിയ ശബാബിൽ സംസം രോഗശമനം എന്നുള്ള അധ്യായം കൊടുത്തിട്ട് റസൂലുള്ള പഠിപ്പിച്ച ഹദീസിനെ പരിഹസിച്ച് ലേഖനം എഴുതിയിട്ട് ഈ നിമിഷം വരെ തിരുത്തിയിട്ടില്ല. ഇപ്പോഴും അടുത്ത ലക്കത്തിലുണ്ടാവും, നോക്കിക്കോളി. KNM നേതാവ് അബ്ദുസ്സലാം സുല്ലമിന്റെ ലേഖനം. ഇത് തിരുത്തിയോ സുഹൃത്തുക്കളെ? തിരുത്തിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഐക്യമൊക്കെ നല്ല തന്നെയാണ്, പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ സമസ്തക്കാരുണ്ട്. സമസ്തക്കാരുടെ വിശ്വാസം എന്താ? അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാന്നാണല്ലോ. അപ്പൊ ഇനി ഒരു സുപ്രഭാതത്തിൽ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ സലഫിയും കൂടി ഒരു ചർച്ച നടത്തിയിട്ട് മുജാഹിദ് പ്രസ്ഥാനവും സമസ്തയും കൂടി ഒന്നായി നിങ്ങൾ കൂട്ടിക്കോളി. ഇപ്പം അങ്ങനെയുള്ള രണ്ടാൾക്കാർ ചർച്ച നടത്തിയാൽ തന്നെ വലിയ ലക്ഷക്കണക്കിന് ആൾക്കാർ ആദർശമൊക്കെ പുലർ തീരുമാനിച്ച് ഐക്യപ്പെടുത്താം. അങ്ങനെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവും അബ്ദുറഹ്മാൻ സലഫിയും കൂടി ചർച്ച നടത്തിയിട്ട് സമസ്തയും മുജാഹിദീങ്ങളും വലിയ ഐക്യമഹാസമ്മേളനം കോഴിക്കോടത്ത് കടപ്പുറത്ത് നടത്തി. സങ്കല്പിച്ചോളൂ. അങ്ങനെ സമ്മേളനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അമ്പലക്കട ഫൈസിയോടൊരു സമസ്തക്കാരൻ ചോദിക്കുകയാണ്. എന്താ ചോദിക്കണത്? അല്ല ഉസ്താദേ, നമ്മൾ മഹാന്മാരോട് സഹായം ചോദിക്കുന്ന ആൾക്കാരല്ലേ, ഇസ്തിഗാസ ചെയ്യുന്ന ആൾക്കാരല്ലേ, അത് ശിർക്കാന്നല്ലേ മുജാഹിദീങ്ങൾക്കെതിരെ അബ്ദുറഹ്മാൻ സലഫിക്കെതിരെ പ്രസംഗിച്ചതിന്? അതെന്ത് തീരുമാനമായി? ഐഡിയോളജിക്കൽ ഡിസിപ്ലിൻ ഉണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സമസ്തക്കാരൻ വിടോ? സമസ്തക്കാരനാണെങ്കിൽ വിടോ? മുജാഹിദീങ്ങൾ ഒരു ആദർശമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആൾ അബ്ദുറഹ്മാൻ സലഫിനെ എടുക്കുന്നത് ചോദിക്കണം, അല്ല ഉസ്താദേ, ഈ സമസ്തക്കാർ ചെയ്യുന്നത് പച്ച ശിർക്കാണെന്നല്ലേ നമ്മളെ വാദം? അത് നമ്മൾ അംഗീകരിച്ചു. അത് നമ്മൾ അങ്ങോട്ട് ശിർക്ക് അവിടുത്തെ സമസ്തക്കാർ ഇങ്ങോട്ട് വന്നു, മിണ്ടാൻ പാടില്ല, ഐഡിയോളജിക്കൽ ഡിസിപ്ലിനാണ്. ഇതതിന് മറുപടി. ഒന്നുകിൽ എന്താണ് സമസ്തക്കാർ ആദർശം നമ്മൾ സ്വീകരിച്ചു എന്ന് പറയാ, അതല്ലെങ്കിൽ നമ്മൾ ആദർശം സമസ്തക്കാർ സ്വീകരിച്ചു പറയാം. അപ്പോഴല്ലേ ഐക്യം ഉണ്ടാകുള്ളൂ. ഇതേ മുജാഹിദീങ്ങളോട് ഞങ്ങൾക്കും പറയാനുള്ളൂ. അല്ലാതെ നിങ്ങൾ ഐക്യമൊക്കെ പിരിച്ചുവിട്ട് ഒക്കെ അങ്ങനെ ആയിക്കോളൂ. ഐക്യത്തോടു കൂടി തന്നെ നിന്നോളി. പക്ഷെ ഐക്യം നിലനിൽക്കണമെങ്കിൽ ആദർശം ഒന്നാകണം. മനസ്സിലായില്ലേ? ഇത് ഒരു വണ്ടി കോഴിക്കോട്ടേക്കും ഒരു വണ്ടി തിരുവനന്തപുരത്ത് പോയാൽ എങ്ങനെ ഐക്യം ഉണ്ടാകുക? ഒരു കൂട്ടർ പറഞ്ഞ ശിർക്ക്, ഒരു കൂട്ടർ പറഞ്ഞ നരകത്തുക്കും, ഒരു കൂട്ടർ പറഞ്ഞ സ്വർഗത്തും. ഈ വണ്ടി എങ്ങനെ സുഹൃത്തുക്കൾ ഒന്നിച്ചു പോകുമോ? ഇല്ലാന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഇവിടെ സംസമിനെ നിഷേധിച്ചിട്ടുണ്ട്. സംസമിനെ മാത്രമല്ല, കണ്ണേർ നിഷേധിക്കുന്നു.
ചില ആളുകൾ പറയും ഇതിപ്പോൾ അതിൻ്റെ അർത്ഥം സിഹിറിൻ്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, സിഹിറിൻ്റെ വിഷയത്തിൽ സമസ്തക്കാരിവിടെ പ്രചരിപ്പിക്കുന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. സിഹിർ ചെയ്യാം, അതുപോലെ തന്നെ ഈ പണിക്കന്മാരടുത്ത് പോകുന്നു, സാഹിറന്മാരത്തേക്ക് പോകുന്നു, ഒരുപാട് മുസ്ലിയാക്കന്മാർ ഇസ്മിൻ്റെയും അതുപോലെ തന്നെ തൽസമാത്തിൻ്റെയും പണിയെടുക്കുന്നു. അതൊക്കെ പച്ച ശിർക്കാണ്, ഒരു തർക്കമില്ല. അതൊന്നും ചെയ്യാൻ പാടില്ല. ആ സാഹിറന്മാരത്തേക്കോ പണിക്കന്മാരത്തേക്കോ കണക്കന്മാരത്തേക്കോ മുസ്ലിയാക്കന്മാരത്തേക്കോ ആരത്തേക്കും പോകാൻ പാടില്ല. അള്ളാഹിനോട് മാത്രം പറയാം, പക്ഷെ അതിൻ്റെ അർത്ഥം ഒരാളെ കത്തിയെടുത്ത് കുത്താൻ പാടില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം കുത്തിയാൽ മരിക്കൂല എന്നല്ലല്ലോ. അപ്പൊ കുത്തിയാൽ മരിക്കുന്നു വിശ്വസിച്ച ശിർക്കാവോ? സിഹിർ ചെയ്യാൻ പാടില്ല, പക്ഷെ സിഹിർ ചെയ്താൽ ഫലമുണ്ടാകുന്നു വിശ്വസിച്ച ശിർക്കാവോ? സുഹൃത്തുക്കളെ, ഇതെന്ത് വൈരുദ്ധ്യം! മാത്രമല്ല, ഇവിടെ ഒക്കെ സൂചിപ്പിച്ചല്ലോ, KNMന്റെ പാഠപുസ്തകത്തിലുണ്ട്. ഇനി മാത്രമല്ല, കണ്ണേറിന്റെ വിഷയം അമാനി മൗലവിയുടെ തഫ്സീറിലുണ്ട്. അതിൻ്റെ അർത്ഥം കണ്ണേർ മൊത്തത്തിൽ അംഗീകരിക്കാന്നല്ല. കണ്ണേർ കുട്ടിച്ചാത്ത കരിങ്കണ്ണ നോക്കെന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും പല രീതി വെക്കും. ഒരു വാലും തലയില്ലാത്തൊരു ചട്ടി കൗത്തി വെച്ചിട്ട് അതിൻ്റെ മോളെ കണ്ണും വരക്കും മൂലൊക്കെ വരച്ച്, ഇതൊക്കെ പൊട്ട തട്ടിപ്പാണ്. അതുപോലെ തന്നെ കണ്ണേർ തട്ടാതിരിക്കാൻ കുട്ടികൾ എവിടെയും എല്ലായിടത്തും കൺമശി മറ്റതൊക്കെ ഇട്ട്, ഇതൊന്നും വേണ്ടയില്ല. കണ്ണേർ ബാധിക്കാതിരിക്കാൻ റസൂല പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട്. ഔദു ബികലിമാത്തില്ലാഹി താമാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അമാനി മൗലവി തഫ്സീർ പഠിപ്പിച്ച കാര്യമാണ്. അദ്ദേഹം അമാനി മൗലവി മാത്രമല്ല, അദ്ദേഹത്തിന്റെ സൂറത്തു യൂസുഫിന്റെ വിശദീകരണം നിങ്ങൾ ഇന്ന് പോയിട്ട് പരിശോധിക്കണം. സൂറത്ത് യൂസുഫിന്റെ 68-ാമത്തെ ആയത്തിൽ അമാനി മൗലവി, ഞാൻ സമയമില്ലാത്തൊരു വായിക്കണില്ല, 68-ാമത്തെ ആയത്തിൽ ഇന്ന് തന്നെ പോയിട്ട് വായിച്ചോളൂ. അമാനി മൗലവി പറഞ്ഞെന്താ അറിയോ? കണ്ണേർ സ്ഥാപിക്കുന്ന ബലപ്പെട്ട ഹദീസുകൾ കാണാവുന്നതാണ്. അപ്പൊ കണ്ണേറുണ്ട്. എന്നാൽ നന്ദി സംവാദത്തിൽ ഇവരുടെ വലിയ KNMന്റെ ഇന്നത്തെ വലിയൊരു നേതാവായ അയാൾ പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടോളി. അള്ളാഹും റസൂലും പറഞ്ഞതിന് എതിര് പറയാം, കേട്ടോളി. അദൃശ്യമായ നിലയിൽ ഖൈറും ഷർറും ചെയ്യാൻ അള്ളാഹുവിനെ കഴിയൂ. ഒരു കണ്ണേറിനോ നാക്കേറിനോ മൂക്കേറിനോ കഴിയൂല. അള്ളാഹു നിന്നെ ഒരു ദുരിതം ആസ്വദിപ്പിച്ചാൽ അത് നീക്കം ചെയ്യാൻ അവനല്ലാതെ കഴിയൂല. ഒരു കണ്ണിനും കഴിയൂല, ഒരു മൂക്കിനും കഴിയൂല. മറിച്ച് ഒരു ദുരിതമാ, ഒരു ഖൈറാണ് അള്ളാഹു നിന്നെ ആസ്വദിപ്പിച്ചതെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ തടുക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. സംവാദത്തിൽ അവർ ഒരു കണ്ണേറിനോ നാക്കേറിനോ മൂക്കേറിനോ കഴിയൂല. അള്ളാന്റെ റസൂലുള്ളാഹിനെ പരിഹസിക്കണം, അള്ളാഹിനെ പരിഹസിക്കണം. വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ആയത്തിന് നമ്പർ വേണമെങ്കിൽ എഴുതിച്ചോളി. സൂറത്തു യൂനുസിലെ 67-ാമത്തെ ആയത്ത്, സൂറത്ത് യൂസുഫിൽ 67, സൂറത്തുൽ ഖലബിലെ 51-ാമത്തെ ആയത്ത്. ഇതിൻ്റെയൊക്കെ തഫ്സീറുകൾ പണ്ഡിതന്മാർ ചോദിച്ച് പഠിച്ചോളി. ഇതൊന്നും വിസ്ഡം മുജാഹിദ് എന്ന് പറഞ്ഞ മുജാഹിദികൾ ഉണ്ടാക്കിയതൊന്നുമല്ല. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ കാലത്തുള്ള വിശ്വാസമാണ് മുഅ്മിനീങ്ങളെ. ഇതൊക്കെ നിഷേധിച്ചിട്ട് ഇതൊന്നും നിഷേധിച്ചിട്ടില്ല എന്നപ്പോൾ പറയണത്. ഈ നോക്കിങ്ങൾ സിറാത്ത് പാലം, ഓരോ വിശ്വാസിയും അവൻ്റെ പരലോകത്തിൽ അള്ളാഹുവിൻ്റെ വിചാരണ കഴിഞ്ഞാൽ വിശ്വാസിക്ക് സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകേണ്ടി വരും. ഇവിടെ ചില മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കണം, എന്താ അറിയോ? അങ്ങനെ ഞങ്ങളൊക്കെ എത്രയേ പ്രസംഗിക്കുന്നുണ്ട്, പരലോകം പറയുമ്പോൾ ഞങ്ങളൊക്കെ സിറാത്ത് പാലം പറയില്ലേന്നാ. അത് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു പോകാം. പക്ഷെ ഇവിടെ ചില ആളുകൾ നിഷേധിച്ചിട്ടുണ്ട്. സിറാത്ത് പാലം ഇല്ല എന്ന് KNM നേതാവായ അബ്ദുസ്സലാം സുലം എഴുതിയിട്ടുണ്ട്. ഇതുവരേക്കും തിരുത്തിയിട്ടില്ല. ഇത് 2002 മുമ്പ് എഴുതിയതല്ലേന്നാ. എന്നാ കേട്ടോ, 2002 ശേഷം KNM നേതാവിന്റെ ഖുർആൻ പരിഭാഷയിൽ സിറാത്ത് പാലം വിശുദ്ധ ഖുർആനിനെതിരാണ്. എന്ത്? സിറാത്ത് പാലം വിശുദ്ധ ഖുർആനിന് എതിരാണ് എന്ന് ഖുർആനിന്റെ വെളിച്ചമെന്ന ഖുർആൻ പരിഭാഷയിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കൾ, ഇത് തീരുമാനമാകണ്ടേ? ഈ തീരുമാനമാകാതെ ഇങ്ങോട്ട് വന്നാൽ എന്താ പറയുക? നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി, ചാണകം ചാരിയാൽ ചാണകമാണ് മണക്കുക. മനസ്സിലായോ? ഞാൻ എത്ര നല്ല അത്ര പൂശി ചാണകത്ത് പോയി കടന്നാലും ഇന്ന അത്രല്ല പിന്നെ മണക്കുക, ചാണകമാണ് മണക്കുക. അപ്പം ഈ പഴച്ച വിശ്വാസങ്ങളൊക്കെ പാടെ കൂടിയിട്ട് നമ്മളങ്ങോട്ട് ചേർന്ന് നിന്നാൽ നമ്മളുള്ള വിശ്വാസം പോയിട്ട് ഈ ചാണകത്തിൻ്റെ മണാണ് പിന്നെ ഇങ്ങനെ വരും. അപ്പോൾ 2 മാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? കണ്ടു. റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിച്ച ഹദീസിനെ ഘോരം പ്രസംഗിച്ച് മറുപടി പറഞ്ഞ ഹനീഫ് കായക്കുടി ഇപ്പം പ്ലേറ്റ് മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ രീതിയിൽ അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല
ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. റസൂലുള്ളാഹിന്റെ ഹദീസിൽ സ്ഥിരപ്പെട്ടതല്ലേ? പക്ഷേ ശബാബ് വാരികയിൽ ഔദ്യോഗികമായി കൊണ്ട് KNM നേതാവ് അബ്ദുസ്സലാം സുലമി എഴുതിയ ലേഖനം ഇതുവരെ തിരുത്തപ്പെടാതെ കിടക്കുകയാണ്. തിരുത്തിയാൽ മതി, തിരുത്തണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പിന്നെന്താ വെച്ചാൽ ഐക്യപ്പെട്ടതോടുകൂടി എല്ലാം തിരുത്തിയെന്നാണല്ലോ നമ്മൾ വിചാരിച്ചത്. പക്ഷെ തിരുത്തിയിട്ടില്ല എന്നാണ് അലി മദനി സാഹിബിന്റെ ക്ലിപ്പ് കേട്ടപ്പോൾ നമ്മൾ മനസ്സിലായത്. അതുകൊണ്ടാണ് പറയുന്നത് തിരുത്തണം. സുഹൃത്തുക്കൾ, ഇത് അപകടമാണ്. ഇങ്ങനെ സംഗീതത്തിന്റെ വിഷയമൊക്കെ എന്താ സംഗീതത്തെ പറ്റി എഴുതിയെന്നറിയോ? എന്താ എഴുതിയത്? വിശ്വാസവും സൽക്കർമ്മവും ഉള്ളവനാണെങ്കിൽ, കേട്ടോളൂ, വിശ്വാസവും സൽക്കർമ്മവും ഉള്ളവനാണെങ്കിൽ അവന് സംഗീതം അനുവദനീയമാണെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. അതാണ് നമ്മൾ നന്ദി സംവാദത്തിൽ ചോദിച്ചത്, ആയത്ത് എവിടെ മൗലവീൻ? അപ്പൊ പറഞ്ഞു അടുത്ത ആഴ്ച പറയാം. അടുത്ത ആഴ്ച ആയത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു സൂറത്ത് ശുറാന്റെ വിശദീകരണത്തിലുണ്ട്. അപ്പൊ ചോദിച്ചു അതിലെവിടെ സംഗീതം? ആ തഫ്സീർ വായിച്ചു നോക്കി. വായിക്കാൻ പറഞ്ഞു ഇപ്പൊ സമയമില്ല. എന്താ മറുപടി? എന്റെ പൊന്നു മുജാഹിദീങ്ങളെ, നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കൂ. അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിൽ പച്ച കളവ് എഴുതി വിട്ട് തിരുത്തിയാ മതി, നമുക്കൊന്നാകാം. തിരുത്തണം. യഥാർത്ഥത്തിൽ ഈ വിഷയം അള്ളാഹുവിന്റെ ഖുർആനിൽ ഇനി മാത്രല്ല, യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഖുർആനിന്റെ പേരിൽ കളവ് പറഞ്ഞിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ പേരിൽ പറഞ്ഞു, സഹാബത്തിന്റെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഹാർമോണി ഉപയോഗിച്ചുകൊണ്ട് പാട്ട് പാടാറുണ്ട്. അപ്പൊ നമ്മൾ ചോദിച്ചു ബുഖാരി എടുക്കൂ. അപ്പൊ പറഞ്ഞു ഇപ്പൊ പറ്റൂല, അടുത്ത ആഴ്ച. അവന് അടുത്ത ആഴ്ച വന്ന് പറഞ്ഞു ഇതാ കിതാബുൽ അംബിയായിലുണ്ട്, എന്നാൽ അത് വായിക്കൂ. അതിപ്പോ വായിക്കാൻ സമയമില്ല. എന്താ മറുപടി? ഇനി KNM ഔദ്യോഗികമായി കൊണ്ട് ലയിച്ച പശ്ചാത്തലത്തിൽ ആ റസൂലുള്ളാഹിന്റെ സഹാബത്ത് വീട്ടിൽ അതിഥികൾ വന്നാൽ സംഗീതം വായിച്ചതിന് ബുഖാരിയിലുണ്ടെങ്കിൽ ആ സഹീഹുൽ ബുഖാരി ലോകത്തെ പഠിപ്പിക്കണം. അത് നിങ്ങൾ ഐഡിയോളജിക്കൽ ഡിസിപ്ലിൻ പറഞ്ഞിക്കരുത്. സംഗീതം ഉണ്ടെങ്കിൽ നമുക്കൊക്കെ സംഗീതം മുട്ടിക്കൂടെ സുഹൃത്തുക്കളെ? പ്രസംഗത്തിന് താളമേളങ്ങളോടുകൂടി നമ്മളും പ്രസംഗിച്ചൂടെ? ആർക്കും അതൊക്കെ പുതില്ലാത്ത? അപ്പൊ അങ്ങനെ ബുഖാരിയിൽ റസൂലുള്ളാഹിന്റെ സഹാബത്ത് സംഗീതം വായിച്ചതുണ്ടെങ്കിൽ നിങ്ങൾ ഐഡിയോളജിക്കൽ ഡിസിപ്ലിൻ പറഞ്ഞ് മാറ്റിത്തല്ലേ? നിങ്ങൾ അതൊന്നും വേണം തീരുമാനം പറഞ്ഞു കൊടുക്കി. സുഹൃത്തുക്കളെ, ഇതൊന്നും അള്ളാഹുവിന്റെ ഖുർആനിലോ റസൂലുള്ളാഹിന്റെ ഹദീസിലോ ഇല്ല. അങ്ങോട്ട് അടിച്ച് തട്ടി വിടണം. ഇനിയോ സിറാത്ത് പാലത്തെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞ ആരോപണമല്ല, ഇത് സലഫികൾ ജൽപ്പനങ്ങളും വസ്തുതകളും എന്ന് പറഞ്ഞ് ഈ അടുത്തിറങ്ങിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ കൃത്യമായി കൊണ്ട് സിറാത്ത് പാലം ഇല്ല എന്ന് ഞാൻ എഴുതിയ മടവൂരികൾ സലഫികൾ എന്ന പുസ്തകത്തിന് മറുപടിയാണ്. ഇതിൽ മടവൂർ വിഭാഗത്തിന്റെ സിറാത്ത് നിഷേധം എടുത്തുദ്ധരിച്ചപ്പോൾ അതിനവർ കൊടുത്ത മറുപടി എന്താണെന്നറിയാം എനിക്ക്? അതുകൂടി വായിച്ചു തരാം. എവിടെ ചില മുസ്ലിയാക്കന്മാരൊക്കെ പ്രസംഗിക്കണ്ടല്ലോ, എവിടെ സിറാത്ത് നിഷേധിച്ചത് എവിടെയാണ്? കേട്ടോളും. ഇവിടെ സലാം സുല്ലമി ഇവിടെ സിറാത്ത് പാലം സംബന്ധിച്ചു വന്നിട്ടുള്ള ഹദീസുകളെ നിരുപാധികം തള്ളിക്കളയുകയല്ല ചെയ്യുന്നത്, മറിച്ച് അഹ്ലുസുന്നയുടെയും ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാരുടെയും വ്യക്തമായ കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ സിറാത്ത് പാലത്തെക്കുറിച്ച് ഇജ്തിഹാദിയായ അഥവാ ഗവേഷണപരമായ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുക മാത്രമാണ് ചെയ്യുന്നത്. അദ്ദേഹം ഇജ്തിഹാദിന് കഴിവുള്ള മഹാപണ്ഡിതനാണ്. അതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ത്? റസൂലുള്ള പറഞ്ഞു നരകത്തിന് മുകളിൽ സിറാത്ത് പാലുണ്ട്. അപ്പൊ അബ്ദുസ്സലാം സുലമി ഇങ്ങനെ ഇജ്തിഹാദ് നടത്തണം. ഉണ്ടോ അല്ലേ? അപ്പൊ അദ്ദേഹം ഇജ്തിഹാദിന് കഴിവുള്ള മഹാപണ്ഡിതനാണ്. അങ്ങനെ ആ മഹാപണ്ഡിതൻ ഇജ്തിഹാദ് കണ്ടെത്തിയെന്ത്? സിറാത്ത് പാലം ഇല്ല. അപ്പൊ അതിന് സലാം സുലമിന് കുറ്റം പറയാൻ പറ്റൂല. അതല്ലാതെ സിറാത്ത് പാലം ഉണ്ട്, അത് അബ്ദുസ്സലാം സുലമി ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ ഇതുവരേക്കും ധൈര്യം വന്നിട്ടില്ല. സുഹൃത്തുക്കളെ, ഇത് അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിൽ സൂചനയുള്ള കാര്യമാണത്. വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ. സൂറത്ത് മറിയമിന്റെ ആയത്തെടുത്ത് നോക്കി. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് പറയാണ് അത് സിറാത്ത് പാലത്തെ പറ്റിയിട്ടാണ്. റസൂൽ പറഞ്ഞിട്ടുണ്ട് കൃത്യമായി. ബുഖാരിലും മുസ്ലിമിലും അധ്യായം തന്നെ കൊടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. സിറാത്ത് ജിസ്റു ജഹന്നം, നരകത്തിന് മുകളിലെ പാലാണത്. നമ്മൾ വിചാരിക്കരുത് ഇവിടുത്തെ ഓവർബ്രിഡ്ജ് പോലെ പാലെന്നല്ല. അതിൻ്റെ കോലം കീറുന്നു, അല്ലാഹു ആലം ബിസ്സവാബ്. പക്ഷെ നിഷേധിക്കുന്നു. ഇങ്ങനെ എത്ര കാര്യങ്ങൾ നമുക്കറിയാം. റസൂലുള്ളാഹിന്റെ കാലത്ത് ചന്ദ്രൻ പിറന്നു. ഇത് സുന്നി മുജാഹിദ് തർക്കമുള്ള വിഷയമാണ്.
പക്ഷെ കേന്ദ്ര നേതാവായ അബ്ദുസ്സലാം സുല്ലമി ചന്ദ്രൻ പിളർന്നിട്ടില്ല. ഇപ്പോഴും ഫോൺ വിളിച്ച് ചോദിച്ചു നോക്കി നിങ്ങൾ, ഞാനിവിടെ പ്രസംഗിക്കാണല്ലോ, ചന്ദ്രൻ പിളർന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് അബ്ദുസ്സലാം സുല്ലമി ഇവിടെ വന്ന്, അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പൊ പറയാൻ മൈക്കിട്ടൊന്നും വേണ്ടല്ലോ. അദ്ദേഹത്തിന് വാട്സപ്പില്ലെങ്കിലും അദ്ദേഹത്തിനെ കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് വാട്സപ്പ് ഉണ്ടാവല്ലോ. ഒരു വാട്സപ്പിൽ ഒരു വോയിസ്, റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ചന്ദ്രൻ പിളർന്നിട്ടുണ്ട്, അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട് എന്ന് KNM നേതാവിന്റെ ഒരു വോയിസ് കിട്ടിയാൽ അപ്പം നിർത്തുവിടെ. നമുക്കിത് കൊണ്ടെടുക്കാൻ പൂതിണ്ടായിട്ടൊന്നുമില്ല, പക്ഷെ ഇല്ല. അള്ള പറഞ്ഞതാണ് ഇഖ്തറബത്ത് സാഅത്തു വൻശഖൽ ഖമർ. ഇത് ഹദീസ് നിഷേധമല്ല, അള്ളാഹുവിന്റെ ഖുർആനിനെയാണ് നിഷേധിക്കുന്നത്. അള്ളാഹിന്റെ ഖുർആൻ നിഷേധം കേട്ടങ്ങള്, ഖുർആൻ നിഷേധിക്കുക. മിഅ്റാജ് റസൂലുള്ളാഹി ശാരീരികമായി കൊണ്ടാണ് പോയത്. ഖുർആനിൽ കൃത്യമായി കൊണ്ട് സൂചനകളുണ്ട്. വലഖദ് റആഹു നസറത്തൻ ഉഖറ ഇൻദ സിദ്റത്തുൽ മുൻതഹ. ഈ സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. മാ കദവൽ ഫുആദു മാ റആ. അദ്ദേഹം കണ്ട കാര്യത്തെ കണ്ണൊരിക്കലും കളവാക്കിയിട്ടില്ല, അസത്യപ്പെടുത്തിയിട്ടില്ല. കണ്ടത് ഹഖാണ്. അഫതുമാറൂനഹു അലാ മാ യറാ. റസൂലുള്ളാഹി കണ്ട കാര്യത്തെ നിങ്ങൾ റസൂലുള്ളാഹിനോട് തർക്കിക്കുകയാണോ? അള്ളാന്റെ ചോദ്യം. നബി കണ്ടു എന്ന് പറഞ്ഞു. പക്ഷെ അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞു റസൂലുള്ളാഹി മിഅ്റാജിന് ശാരീരികമായി പോയിട്ടില്ല. ഇതുവരേക്കും തിരുത്തിയിട്ടില്ല സുഹൃത്തുക്കളെ. തിരുത്തിയാൽ കഴിഞ്ഞു, തിരുത്തണം നമ്മൾ പറഞ്ഞു. ഈ വിശ്വാസം കൊണ്ട് ഒരു വിശ്വാസി മരിച്ചു പോയാൽ അവൻ്റെ ഖബർ ലക്ഷം ഉണ്ടാവില്ല. അപ്പൊ ഖബർ ലക്ഷം ഉണ്ടാവില്ലെന്ന് പറയുമ്പോൾ ഖബർ ശിക്ഷ ഉണ്ടോ എന്നാണ് പിന്നെ ചോദ്യം. ഖബർ ശിക്ഷ ഉണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇപ്പൊ ഇവിടെ വേറെ ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ ചെങ്ങായിമാരൊക്കെ പ്രശ്നിക്കണം എന്ന് വെച്ചാൽ അബ്ദുസ്സലാം സുല്ലമി എന്ന മഹാപണ്ഡിതൻ, അദ്ദേഹം എല്ലാ നമസ്കാരത്തിലും അള്ളാഹുവിനോട് ഖബർ ശിക്ഷയെ തൊട്ട് രക്ഷ ചോദിക്കാറുണ്ട്. ശരിയാണ്, രക്ഷ ചോദിക്കലുണ്ട്. പക്ഷെ ഏത് ഖബർ ശിക്ഷ എന്നറിയോ? റസൂൽ പഠിപ്പിച്ച അഹ്ലുസുന്നത്ത് അംഗീകരിക്കുന്ന ഖബർ ശിക്ഷയല്ല. എന്താ അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം? കേട്ടോളൂ. وعلم أن مذهب أهل السنة إثبات عذاب القبر وقد تظاهرت عليه دلائل الكتاب والسنة. قال تعالى النار يعرضون عليها غدوا وعشيا. وتظاهرت بالأحاديث الصحيحة عن النبي صلى الله عليه وسلم من رواية جماعة من الصحابة في مواطن كثيرة. ولا يمتنع في العقل أن يعيد الله تعالى الحياة في جزء من الجسد ويعذبه. ഇത് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഖുർആനിലും റസൂലുള്ളാഹിന്റെ ഹദീസ് കൊണ്ട് ഖബർ ശിക്ഷ സ്ഥാപിക്കപ്പെട്ടതാണ്. കേട്ടോളൂ. അന്ന മദ്ഹബ് അഹ്ലുസുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മദ്ഹബ് ഇസ്ബാത്തു അദാബിൽ ഖബരി, ഖബർ ശിക്ഷ ഉണ്ടെന്നാണ്. ഖിലാഫൻ ലിൽ ഖവാരിജി, ഖവാരിജികൾക്കെതിരായിക്കൊണ്ട്, ഖവാരിജികളാണ് ഖബർ ശിക്ഷ ഇല്ല എന്ന് പറഞ്ഞത്. വമുഅ്ലമുൽ മുഅ്തസിലിയ, മുഅ്തസിലികൾപ്പെട്ട ചില ആളുകളും പറഞ്ഞിട്ടുണ്ട്. വബഅദുൽ മുർജിഅ, മുർജിഅകൾപ്പെട്ട ആളുകളും നഫു ദാലിക, അവരത് നിഷേധിച്ചിട്ടുണ്ട്. സുമ്മൽ മുഅദ്ദബു, ഇനി കേട്ടോളൂ, ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത് എന്താണ്? ഇൻദ അഹ്ലുസുന്ന, അഹ്ലുസുന്നയുടെ അടുക്കൽ ഖബർ ശിക്ഷ എന്ന് പറഞ്ഞാൽ അൽ ജസദു ബിഐനിഹി ഔ ബഅദിഹി ബഅദ ഇഹാദത്തു റൂഹി ഇലൈഹി, ശരീരത്തിനും അതുപോലെ തന്നെ റൂഹ് അതിലേക്ക് മടക്കപ്പെട്ടതിന് ശേഷം ശരീരത്തിനും ആത്മാവിനുമാകുന്നു ഖബർ ശിക്ഷ. ശരീരത്തിനും ഖബർ ശിക്ഷയുണ്ട്, ആത്മാവിനും ഖബർ ശിക്ഷയുണ്ട്. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമെന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശറഹ് മുസ്ലിം രേഖപ്പെടുത്തി. അമാനി മൗലവി അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിൽ സൂറത്തുൽ മുഅ്മിനൂനിന്റെ അവസാന ഭാഗത്തുള്ള പിന്നെ വിശദീകരണത്തിൽ കൃത്യമായി കൊണ്ട് അത് എഴുതി വിട്ടിട്ടുണ്ട്. എന്നാൽ KNM നേതാവിന്റെ വിശ്വാസം എന്താന്ന് കേട്ടോളൂ. KNM കൃത്യമായി അദ്ദേഹത്തിന്റെ വിശ്വാസം കേട്ടോളൂ. ഇതുപോലെ തന്നെയാണ് മറുവശവും. ഖബറിൽ വെച്ച് മനുഷ്യനെ പകുതി ജീവനിടുകയും അവൻ ഇരുത്തിയ ശേഷം 2 മലക്കുകൾ ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് അവന് അടിക്കുമെന്നുമെല്ലാം പറയുന്ന ഹദീസുകൾ ഒരിക്കലും അതിന്റെ ബാഹ്യാർത്ഥത്തിൽ വിവക്ഷിക്കാവുന്നതല്ല. എന്ന് പറഞ്ഞാൽ ഖബറിൽ ശരീരത്തിന് അടി കിട്ടുമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ വല്ല വിശ്വസിക്കാൻ പറ്റൂല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഖബർ ശിക്ഷ നിഷേധിക്കുന്നുണ്ട്. ആത്മാവിന് മാത്രമാണ് ഖബർ ശിക്ഷയുള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് കൃത്യമായി കൊണ്ട് അബ്ദുസ്സലാം സുല്ലമി തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹമല്ല പറയേണ്ടത്. ഇനി മാത്രമല്ല, നമ്മളെല്ലാ നമസ്കാരത്തിൽ ലക്ഷ്യം കൊടുക്കുന്ന മസീഹുദ് ദജ്ജാൽ, ആ മസീഹുദ് ദജ്ജാലിനെ പറ്റി ചില ആൾക്കാർ പറഞ്ഞെന്താ, ഞാൻ നിസ്കാരത്തിൽ മസീഹുദ് ദജ്ജാലിനെ രക്ഷ ചോദിക്കാറുണ്ടല്ലോ. മസീഹുദ് ദജ്ജാലും രക്ഷ ചോദിക്കാറുണ്ട്, പക്ഷെ റസൂൽ പഠിപ്പിച്ച മസീഹുദ് ദജ്ജാൽ അല്ല അത്.
ഇപ്പോൾ ഒരാൾ പറയാണ് ഞാൻ പിന്നെ അള്ളാഹുൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ അള്ളാഹ്ക്കൊരു കഴിവില്ല, അള്ളാഹ്ക്കൊരു കഴിവില്ല, പക്ഷെ ഞാൻ അള്ളാഹുൽ വിശ്വസിക്കുന്നുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ അയാൾ അള്ളാഹുൽ വിശ്വസിക്കുന്നവനാണ് നമ്മൾ പറയോ? ബുദ്ധിയുള്ളവൻ പറയോ? പറയില്ലല്ലോ. അയാൾ അള്ളാഹുൽ വിശ്വസിക്കുന്നുണ്ടെന്ന് അയാൾ പറഞ്ഞൊന്നും കാര്യമില്ല. അള്ളാഹുൽ വിശ്വസിക്കേണ്ട പ്രകാരം വിശ്വസിക്കണം, അപ്പോഴാണ് വിശ്വാസം ശരിയാകുള്ളൂ. ഞാൻ മസീഹുദ് ദജ്ജാൽ വിശ്വസിക്കേണ്ടത് പറഞ്ഞിട്ട് കാര്യമില്ല. റസൂൽ പഠിപ്പിച്ചൊരു മസീഹുദ് ദജ്ജാൽ ഉണ്ട്. എന്നാൽ അബ്ദുസ്സലാം സുല്ലമി എന്ന് പറയുന്ന കേന്ദ്ര നേതാവ് നിന്ന് കേട്ടോളൂ, കൃത്യമായി കൊണ്ട് കേട്ടോളൂ സുഹൃത്തുക്കളെ. എൻ്റെ അഭിപ്രായം കേട്ടോളൂ, മൂപ്പര അഭിപ്രായം ഞാനും നിങ്ങളൊന്നുമല്ല പറയേണ്ടത്, കേന്ദ്ര നേതാവിൻ്റെ അഭിപ്രായം അദ്ദേഹം തന്നെ പറയട്ടെ. എൻ്റെ അഭിപ്രായം എല്ലാ കാലത്തും മസീഹുദ് ദജ്ജാൽ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. മസീഹുദ് ദജ്ജാൽ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. ഇനിയോ സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കലർത്തുന്ന പണ്ഡിതന്മാർക്കും കലകൾക്കും പറയുന്ന പേരാണ് മസീഹുദ് ദജ്ജാൽ. ഇനി അദ്ദേഹം പറയാണ്, ഒരുപക്ഷെ ഞാൻ മസീഹുദ് ദജ്ജാലിനെ നിഷേധിക്കുന്നു എന്ന് പറയുന്നവരും ചിലപ്പോൾ മസീഹുദ് ദജ്ജാലായിക്കൂടായികയില്ല. ഇങ്ങനത്തെ ഒരു മസീഹുദ് ദജ്ജാൽ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ഈ മസീഹുദ് ദജ്ജാലിന്റെ രസ ചോദിച്ചിട്ട് പിന്നെ ഞാൻ നിസ്കാരത്തിന് മസീഹുദ് ദജ്ജാലിന്റെ രസ ചോദിക്കണം പറഞ്ഞിട്ട് കാര്യമില്ല. റസൂൽ പഠിപ്പിച്ച മസീഹുദ് ദജ്ജാൽ എന്താ? അതിന് ഇയാൾ പറഞ്ഞ വിശ്വാസക്കാരൻ എന്താ വെച്ചാൽ, ഞാൻ ഇങ്ങനെ വിശ്വസിക്കാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എല്ലാ പ്രവാചകന്മാരും മസീഹുദ് ദജ്ജാലിനെ പറ്റി മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലോകത്തിന്റെ അവസാനം വരുന്ന ഒരാളാണെങ്കിൽ പിന്നെ നൂഹ് നബി മുതൽക്കുള്ള അമ്പിയാക്കന്മാർക്ക് അവിടെ അനുയായികൾക്ക് മുന്നറിയിപ്പ് കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് അത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ അമ്പിയാക്കന്മാർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ അള്ളാഹു വഹി കൊടുത്തിരിക്കുന്നു മസീഹുദ് ദജ്ജാലിനെ പറ്റി. പക്ഷേ ആ അമ്പിയാക്കന്മാർക്കൊന്നും ഇത് ലോകത്തിന്റെ അവസാനമാണ് വരിക എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. നൂഹ് നബിന്റെ കാര്യം പറഞ്ഞു കൊടുത്ത് മസീഹുദ് ദജ്ജാലുണ്ട്. അപ്പൊ നൂഹ് നബിക്ക് അറിയില്ല അത് എപ്പോഴാണ് വരിക എന്ന്. അപ്പൊ നൂഹ് നബി രക്ഷ തേടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അവസാനം പറഞ്ഞു കൊടുത്തത് ലോകത്തിന്റെ അവസാനമാണ് വരിക എന്ന്. മനസ്സിലായോ? അതുകൊണ്ടാണ് എല്ലാ അമ്പിയാക്കന്മാരും അത്രയും വലിയ ശക്തിയാണ് മസീഹുദ് ദജ്ജാൽ. ആ മസീഹുദ് ദജ്ജാൽ വരും, ഈസാ നബി കൊല്ലും, ബാബുലുദ്ദീന്റെ അടുക്കൽ വെച്ച് വാളുകൊണ്ട് വെട്ടിക്കൊല്ലും. ഈ മസീഹുദ് ദജ്ജാലിനെ KNM നേതാവായ അബ്ദുസ്സലാം സ്വലമി അംഗീകരിക്കുന്നില്ല. അതാ ഞങ്ങൾ പറഞ്ഞത്. അല്ലാതെ മൂപ്പര് നിസ്കാരത്തിൽ മസീഹുദ് ദജ്ജാൽ രസ ചോദിക്കലില്ല എന്നൊന്നും ഞങ്ങൾ ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ സുഹൃത്തുക്കളെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. അപ്പോൾ തൗഹീദ് ഇങ്ങോട്ട് വിട്ടപ്പോൾ റസൂലുള്ളാഹി പഠിപ്പിച്ച ഒരുപാട് ഹദീസുകളും ആയത്തുകളും വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ നമുക്ക് തള്ളേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് ആലോചിച്ചോ, ഇത് നമ്മളൊക്കെ തള്ളണത് എനിക്കെൻ്റെ നേതാവ് പറഞ്ഞെന്നാണെന്ന് പറഞ്ഞാൽ പടച്ചോൻ്റെ അടുത്ത് രക്ഷ കിട്ടൂല. ഒരൊറ്റ ആയത്ത് കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അള്ളാഹിൻ്റെ ഖുർആനിൽ കാണാം, നരകത്തിൽ കിടന്ന് ചില ആൾക്കാരിങ്ങനെ അങ്ങോട്ടും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് മറിയുന്ന രംഗം അള്ളാഹുവിൻ്റെ ഖുർആനിലുണ്ട്. യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ, നരകത്തിൽ അന്ന് ചില മുഖങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയിക്കപ്പെടും. യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വഅതഅന റസൂല, അവർ അവിടെ വെച്ചുകൊണ്ട് വിലപിക്കും, യാ ലൈതനാ ഞങ്ങളുടെ നാശമേ, അതഅന അല്ലാഹ വഅതഅന റസൂല, ഞങ്ങൾ അല്ലാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അവിടെ വെച്ച് വിലപിക്കാൻ, നരകത്തിൽ വെച്ച് പറയാൻ. എന്നാൽ വഖാലു, അവർ അവിടെ പറയാൻ, റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅളല്ലൂന സബീല, അല്ലാഹുവേ ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെയും ഞങ്ങളുടെ പണ്ഡിതന്മാരെയും ഞങ്ങൾ അനുസരിച്ചു പോയി. പക്ഷേ ആ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഞങ്ങളെ സ്വർഗത്തിലേക്ക് വഴി നടത്തുമെന്നാണ് ഞങ്ങൾ വിശ്വസിച്ചത്. പക്ഷേ ഫഅളല്ലൂന സബീല, അവർ ഞങ്ങളെ വഴിതെറ്റിച്ചു പടച്ച റബ്ബേ. ഇനി പറയുന്ന വാചകം ശരിക്കും ശ്രദ്ധിച്ചോളി സുഹൃത്തുക്കളെ, അള്ളാന്റെ ഖുർആനാണിത്. ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങൾ ആദരിച്ചു ബഹുമാനിച്ചു, അവർ ഞങ്ങളെ വഴിതെറ്റിച്ചു. എന്നാലും പടച്ചോനെ, ഞങ്ങളുടെ നേതാക്കന്മാരല്ലേ, ഞങ്ങൾക്ക് കുറച്ച് അധികം ശിക്ഷ കൊടുത്താലും ഓർക്ക് നീ പുറത്തു കൊടുക്ക് പടച്ചോനെ എന്നല്ല പറയണത്. റബ്ബനാ ആതിഹിം ളിഅഫൈനി മിനൽ അദാബ്, പടച്ചോനെ ഞങ്ങൾക്ക് കൊടുക്കുന്ന ശിക്ഷയുടെ 2 ഇരട്ടി ശിക്ഷ പടച്ചോനെ ഞങ്ങളുടെ നേതാക്കന്മാർക്ക് കൊടുക്ക് റബ്ബേ. ഞങ്ങൾക്ക് കൊടുക്കുന്ന ശിക്ഷന്റെ 2 ഇരട്ടി പടച്ചോനവർക്ക് കൊടുക്കുന്ന. അപ്പൊ സഹോദരങ്ങളെ, അവിടെ വെച്ച് വിലപിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഒരു മുജാഹിദിനും അത് ഉണ്ടാകരുത്, ഒരു ലോകത്തുള്ള ഒരു മനുഷ്യനുണ്ടാകരുത്. അതാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് എന്താണ് ഐക്യമെന്നും എന്താണ് ആദർശമെന്നും എന്താണ് തൗഹീദെന്നും എന്താണ് ശിർക്കെന്നും കൃത്യമായി കൊണ്ട് നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. ഹക്ക് മനസ്സിലാക്കി ഹക്കിൻ്റെ കൂടെ നിൽക്കുക. അത് ഏത് സംഘടന എന്നുള്ളതല്ല, ഹക്ക് എവിടെയാണ് അവിടെ നിൽക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സമയം കുറച്ച് ദീർഘിച്ചു പോയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുവാനും
അതനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരേക്കും അവൻ്റെ ദീനിൽ ഉറച്ചു നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് സന്തോഷത്തോടുകൂടി ഈ ലോകത്തോട് വിട പറയുവാൻ അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.